here. കഴിഞ്ഞ ആഴ്ച നമുക്ക് okay, 1 second. കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇത് ചെയ്തതാണ് സോനി ജോർജ് ഖാലിദ് അബ്ദുൽ അസീസ് heartiest congrats and also Ramlat ഇപ്പോഴാണ് നമുക്ക് ഈ അസൈൻമെന്റ് കിട്ടിയത് just before we started the live. അപ്പം എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ടാസ്കും അസൈൻമെന്റും ഒക്കെ ചെയ്ത് അയക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ദിവസം മുമ്പേ, കാരണം നമുക്ക് അത് വായിച്ചിട്ട് അതിന്റെ അനുസരിച്ചിട്ടുള്ള ഇൻപുട്ടും ഫീഡ്ബാക്കും ആണ് നമ്മൾ ലൈവ് സെഷൻസിൽ തരുന്നത്. സോ this will be helpful for us. All right, so let us start the day. ആരാണ് ഇന്നത്തെ big win ആരാണ് പറയാ? Who is going to tell us the big win for the day? So let me know. Let's start the countdown. Tick 1, tick 2. Who is? Good morning Rafiq, Abdul Nazir sir, Siraj, Abdul Majid, Junish, Soni, Sunil Ibrahim, Prenu, Sharinas, Farhad, Ramlat, Jishnu, Rafiq, Sobin Thomas. ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഒത്തിരി പേരുണ്ട്. ഇന്ന് ബിസിനസ്മാൻ 360 first on the live session ജോയിൻ ചെയ്തവരുണ്ട്. So let me ask you, hope you are comfortable with our platform എല്ലാവർക്കും comfortable ആയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ please do let us know. Live is a session for you to tell your queries, ask your queries. Endingilum challenges endingil, go ahead and shoot out your questions. So who's going to share your big win of the day? Tick 1, tick 2. We have still people joining. Big win for the day. Arana the big win, and who are those 3 people who are going to grab their opportunity to say the big win? Tick 1, tick 2. tick 3. ആരും ഇല്ലേ ബിഗ് വിൻ പറയാനായിട്ട്? നമ്മളൊരു ചാലഞ്ച് പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം, എന്തായാലും ബിഗ് വിൻ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം എന്നുള്ളത്. സോ ലെറ്റ് us see who's we are waiting. കാരണം സെഷനിലേക്ക് പോകുമ്പോഴത്തേക്കും റഫി KP സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഐ ഹോപ്പ് ഫോർ എവറിബഡി എൽസ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ, സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ഇടണം if you are able to hear us loud. All right, so we are waiting for the big win. അത് തുടങ്ങാണ്ട നമ്മൾ കാത്തിരിക്കുന്നത് big win. Why do we ask you to share your big win? Because കുറെ പേര് ഇതിൽ ചോദിച്ചിരുന്ന ഒരു കോൺഫിഡൻസ് ഇല്ല, എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ. യെസ്, യു ആർ ഏബിൾ ടു ലിസൺ ടു us. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുന്നെങ്കിൽ ഒരു കോൺഫിഡൻസിന് ഒരു കുറവുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കുറെ പേര് ചോദിച്ചിരുന്നു. വിൽ ടെൽ യു സംതിങ്. ചാലഞ്ചസ് ഇല്ലാത്ത ബിസിനസ് ഇല്ല. there is no business without challenges. But then it is up to us on how to find the right solution. Right and wrong solution അല്ല, ആ ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് എന്തൊക്കെ സൊല്യൂഷൻസ് ആണോ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്, ആ ചാലഞ്ചസ് നമ്മൾ എങ്ങനെയാണോ നേരിട്ടുള്ളത്, ദാറ്റ് ഇസ് എക്സാക്ട്ലി യുവർ ബിഗ് വിൻ. ആൻഡ് ഐ എം ഷുവർ ആസ് ബിസിനസ് ഓണേഴ്സ് നമ്മൾ എല്ലാവരും എല്ലാ ദിവസം എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് നേരിട്ടുകൊണ്ടിരിക്കുന്നു, അതിനുള്ള സൊല്യൂഷൻ. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി യുവർ ബിഗ് വിൻ. when you say it loud, ഓർക്ക് വന്നിട്ട് ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് ഇന്നതുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞു, ഇത് അങ്ങനെയാണ് ചെയ്തതെന്ന് എടുത്ത് പറയുമ്പം you definitely have that confidence within you, and that's exactly how you get more confident. Results ആണ് കോൺഫിഡൻസ് തരിക, എക്സ്പീരിയൻസ് ആണ് കോൺഫിഡൻസ് തരിക, അല്ലാണ്ട് സ്പീച്ചസ് അല്ല കോൺഫിഡൻസ് തരുന്നത്, എക്സ്റ്റേണൽ ആയിട്ട് ഒരാളും അല്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നത്. So it is for your own confidence. We invite you to share your big wins. So a quick look at the big win. Otherwise we have lots of questions today. ഇന്നത്തെ ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്. So we will see what is to be addressed first. അതിനു മുമ്പേ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും questions ഉണ്ടോ? ഇപ്പൊ big win ഇല്ല, ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? Do we have questions on the floor? Who's asking first? Sunday morning ഒത്തിരി പേര് ഇവിടെ വന്നത് തന്നെ സന്തോഷം. ജിഷ്ണു, റഫീഖ്, welcome. Shade, good morning and welcome. We are waiting for the big win. It is your time, our time. We are still waiting for the questions. Live Q&A യിൽ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടാണ് വരുന്നത്. Prepared ആയിട്ടാണ് നമ്മൾ വരേണ്ടത് live question answer session. So let me begin with the first question. Meanwhile, I would want you to ask questions. So the first question, ആദ്യത്തെ question എന്താണെന്ന് വെച്ചാൽ, ഒരു കൃത്യമായിട്ട് ഇന്ന് ഫിൽ ചെയ്ത് തന്ന, കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഈ ആഴ്ചയിലേക്ക് ഫിൽ ചെയ്ത് തന്ന ആൾക്കാരുടെയാണ് കൃത്യമായിട്ടുള്ള ഒരു റുട്ടീൻ അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂൾ ഇല്ലാത്തതാണ് പ്രശ്നം. See, one thing we must accept is as business owners ആയിട്ട്
നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇതൊരു സാധനം എനിക്ക് തോന്നുന്നു രാകേഷിന്റെ ഹാബിറ്റ്സിന്റെ സെഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. പുതിയൊരു കാര്യം തുടങ്ങുമ്പം, കാരണം ഈ ഓൺടർപ്രണർഷിപ്പ് നമ്മൾ അതർ ദാൻ ദോസ് ഹു ആർ ഫാമിലി ഓൺടർപ്രണേഴ്സ്, ബാക്കി ആർക്കും ഇത് ഒരു ശീലമായിട്ട് കൊണ്ടു നടക്കുന്നതല്ല. മാത്രമല്ല പല വീടുകളിലും റെഗുലർ ആയിട്ടുള്ള ശീലം എന്താ വെച്ചാൽ 9 to 5 ജോബാണ്. രാവിലെ ഒരു സിസ്റ്റം ആയിട്ട് ഒരു ഡിസിപ്ലിൻ ആയിട്ട് പോകുന്നു. പലപ്പോഴും ഒരു ഓൺടർപ്രണർഷിപ്പ് എന്ന് വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ചും തുടക്കത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു റൂൾ അല്ലെങ്കിൽ അങ്ങനെ എന്താണെന്ന് നമുക്ക് പിടുത്തം കിട്ടാറില്ല. തുടങ്ങിക്കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾ വരെയും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ വി വിൽ ബി ഗോയിങ് അറൌണ്ട് എവ്രിവെയർ. അതായത് പല സ്ഥലങ്ങളും പല കാര്യങ്ങളും പല റോളും നമ്മൾ എടുക്കേണ്ടി വരുന്നതുകൊണ്ടും മാത്രമല്ല ഈ മാർക്കറ്റിലേക്ക് വരുമ്പോഴും ഈ ഒരു ബിസിനസ് എങ്ങനെയാണോ, ദിസ് ഇസ് ഓൾവേസ് എൻ എക്സ്പെരിമെന്റ് ആണല്ലോ അല്ലേ, എങ്ങനെയാണ് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു ഷെഡ്യൂൾ, നമ്മുടെ ഒരു പേഴ്സണൽ റുട്ടീൻ നമുക്ക് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകണം എന്ന് നിർബന്ധം ഇല്ല. സോ ഫസ്റ്റ് തിങ് ഈസ് പ്ലീസ് ഡു നോട്ട് ഫീൽ ഗിൽറ്റി ഓഫ് ദാറ്റ്. അതയ്യോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഭയങ്കര ഇറഗുലർ ആണല്ലോ. ചില ദിവസങ്ങൾ രാത്രി കുറെ ഇരിക്കേണ്ടി വരും, ചില ദിവസങ്ങൾ രാവിലെ ഉണ്ടാവേണ്ടി വരും. പക്ഷേ ദർ ഇസ് ഓൾവേസ് എ ടൈം വെൻ യു ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു ദിസ്. അതായത് ഒരു സമയം എപ്പോഴെങ്കിലും കോൺഷ്യസ്ലി യു ഗോട്ട് ടു ഗെറ്റ് ബാക്ക് ടു ഹാവിങ് എ റുട്ടീൻ. തീർച്ചയായിട്ടും തിരിച്ചൊരു റുട്ടീനിലേക്ക് വരേണ്ട, ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് യു ഡെഫിനറ്റ്ലി നീഡ് ടു ഗെറ്റ് ബാക്ക് ടു എ റുട്ടീൻ. ആസ് എൻ ഓൺടർപ്രണർ ഏറ്റവും അധികം ആൾക്കാർ ഫേസ് ചെയ്യുന്നത് ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് എന്താ പറയാ ഒരു റുട്ടീനില് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഇസ് വീണ്ടും നമ്മൾ അതേ ട്രാക്കിലേക്ക് വീണ്ടും കുറെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഒരു സാധനം വിട്ടു പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ലൈവ് Q&Aയിലും എടുത്തു പറഞ്ഞിരുന്നു, കാരണം ഇതേ ചോദ്യം റിപ്പീറ്റ് ആയിരുന്നു. സോ അഗൈൻ ഈ ലൈവ് Q&Aയിലും പറയുന്നു 2 times that you must keep for yourself. രണ്ട് സമയം. ഒന്ന്, പ്ലീസ് ഹാവ് സം ടൈം, 10 minutes or 15 minutes, 10 മിനിറ്റ് മതി നിങ്ങൾക്ക്. പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ മൈൻഡ് ഇഫ് യു ജസ്റ്റ് ഫോക്കസ്ഡ്, കീപ് 10 minutes aside every week, every Sunday അല്ലെ Monday, any day which you feel you're starting the week, every week keep 10 minutes to have a weekly routine. ഓരോ ആഴ്ചയും ഡിഫറെന്റ് ആയിരിക്കും. എസ്പെഷ്യലി ട്രാവൽ ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാര്, ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാര്, definitely every week is going to be different for you. But that one week, ഒരു വീക്കില് you should definitely go for എന്തെങ്കിലും ഒരു റുട്ടീൻ. അതായത് ഈ വീക്കില് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വീക്കിന്റെ റുട്ടീൻ മൺഡേ ഇതായിരിക്കും, ട്യൂസ്ഡേ. ഡോണ്ട് ലീവ് ഇറ്റ് കംപ്ലീറ്റ്ലി ഹാപ്ഹസാർഡ്. വരുന്നത് വെച്ച് കാണുക. അതായത് ഒരു ഫയർ ഫൈറ്റിംഗ് മോഡില് മാറിയിട്ട് സ്റ്റാർട്ട് ഗെറ്റിംഗ് ഓർഗനൈസ്ഡ്. ആ സ്റ്റാർട്ടിങ്ങിന്റെ ഒരു കാര്യമാണ്. കാരണം ഇത് ചോദിച്ച ആൾ എന്നോട് പറഞ്ഞു ഒട്ടും അതായത് റുട്ടീൻ ഇല്ലാണ്ടാണ് കിടക്കുന്നത്, രാവിലെ എണീക്കണം എന്നുണ്ട്, രാത്രി ഇരിക്കണം എന്നുണ്ട്, ഒന്നും നടക്കാറില്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഗെറ്റ് ഇൻ ടു എ വീക്ക്ലി റുട്ടീൻ, പ്ലാൻ യുവർ വീക്ക്, ആൻഡ് ദെൻ എവറി ഈവനിങ് ഹാവ് എൻ ഈവനിങ് റുട്ടീൻ. ഒരു 5 minutes മതി വൈകുന്നേരം ഇരിക്കാനായിട്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളായിരിക്കില്ല അന്നത്തെ ദിവസം നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളായിരിക്കില്ല അന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടാവുക. But what you do is go ahead and have some 5 to 6 minutes for yourself to think. ആ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്ത് തീർത്തു. ചില സമയത്ത് എന്താ വെച്ചാൽ വിചാരിച്ചത് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ വേറെ കുറെ കാര്യങ്ങൾ അന്ന് ചാലഞ്ചസ് ഹാൻഡിൽ ചെയ്ത് തീർന്നിട്ടുണ്ടാവും. So do not ever feel guilty for yourself and spend some 10 to 15 minutes every day for yourself. Have some good me time for yourself, which will give you that our energy തിരിച്ചു കിട്ടാനായിട്ടും give yourself that time. അതിനുള്ള സമയം തീർച്ചയായിട്ടും ഉണ്ട്. പലപ്പോഴും പല സമയങ്ങളും അടുത്ത് എഴുതിയിരിക്കുന്ന ചോദ്യമാണ്. ഐ തിങ്ക് ഐ വുഡ് ലെറ്റ് രാകേഷ് ഹാൻഡിൽ ദാറ്റ്. അതായത് കൂടുതൽ സമയവും നമുക്ക് പോകുന്നത് മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടും സോഷ്യൽ മീഡിയ റീൽസ് ബ്രൗസ് ചെയ്തുകൊണ്ടും സമയം എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് തന്നെ അറിയാത്തോണ്ടും ആണ്. അതിന്റെ ഒരു കാരണം നമുക്കൊരു റുട്ടീൻ പ്ലാൻ ചെയ്യാത്തോണ്ടാണ്, കാരണം റാൻഡം ആയിട്ട് വരുന്നുണ്ട്. ബാക്കി വാട്ട് ഇസ് ഇറ്റ് ഇസ് അപ് ടു രാകേഷ്. താങ്ക് യു വെരി മച്ച് സന്ധ്യ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ജോയിനിങ് എവ്രി വൺ. വീണ്ടും ലാസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഹാബിറ്റിൽ വരുന്ന ഒരു ചെറിയ ചേഞ്ച് ആയിരിക്കാം എന്തെങ്കിലും ഒരു ബിഗ് വിൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചതായിരിക്കാം ഒരു ബിഗ് വിൻ. അല്ലാതെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തു എന്നോ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ബിസിനസ് ക്ലോസ് ചെയ്തതോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പക്ഷെ മാറ്റി വെച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് ബിഗ് വിൻ ആണ്. അപ്പം
ഫസ്റ്റ് ഓഫ് ഓൾ ഐ റിക്വസ്റ്റ് ഇഫ് ദർ ഇസ് എനിബഡി ഹു ഹാവ് ട്രൈഡ് സംതിങ്, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ പൊന്തിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. യു ക്യാൻ റേസ് യുവർ ഹാൻഡ് ആൻഡ് യു ക്യാൻ ടോക്ക് ആൻഡ് യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് യു ക്യാൻ ടോക്ക് എനി ബിഗ് വിൻ ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഷെയർ ദിസ് വീക്കെൻഡ് ഓൺ ദിസ് Q&A. ആർക്കെങ്കിലും? യെസ്, ഹരീഷ്, ഗോ ഹെഡ് ഹരീഷ്. താങ്ക് യു വെരി മച്ച്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഹരീഷ്. ഈ ഒരു സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് എനിക്ക് നല്ല രീതിക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് പറഞ്ഞാൽ കാരണം ഒരു 2-3 റീൽസ് ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തുടങ്ങുക. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ബിസിനസ് റിലേറ്റഡ് അതുപോലെ തന്നെ മോട്ടിവേഷൻ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ എപ്പോഴും സെർച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കുറെ മോട്ടിവേഷൻ സംഭവങ്ങൾ തന്നെയാണ് റീൽസിൽ വന്നുകൊണ്ടിരിക്കാം. അപ്പോഴും എന്താ ചെയ്യാ പറഞ്ഞെങ്കിൽ അത് നമുക്ക് ഇൻട്രസ്റ്റഡ് ആണല്ലോ. അപ്പൊ അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടേയിരിക്കും. കുറെ നേരം കഴിയുമ്പോൾ ഡാറ്റ വാർണിംഗ് വരും, എന്നിട്ടും ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഭയങ്കര ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയ മെജോറിറ്റി യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനി പ്രൊമോഷൻ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം അങ്ങനെയുള്ള രീതിക്കാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതെനിക്കൊരു വലിയ ബിഗ് വിൻ ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തതിന്റെ പുറത്ത് എന്റെ സ്ക്രീൻ ടൈം കുറഞ്ഞു, വാല്യുബിൾ ടൈം എനിക്ക് കൂട്ടാൻ പറ്റി, ഡെയിലി ഒരു സ്കെഡ്യൂൾ കൊണ്ടുവരാൻ പറ്റി, ആ സ്കെഡ്യൂളിനെ കുറച്ചുകൂടി വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ആവശ്യമുള്ള സമയത്ത് എന്തെങ്കിലും പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത്രയും ഞാൻ തന്നെ ഇടപെട്ടാലേ നടക്കൂന്നുണ്ടെങ്കിൽ മാത്രം ആ സോഷ്യൽ മീഡിയ ആപ്പ് ഏകദേശം ഇപ്പോൾ ഒരു 25 ഡേയ്സോളായി അൺഇൻസ്റ്റാൾ ചെയ്തിട്ട്. അതുപോലെ തന്നെ കമ്പനി പ്രൊഫൈൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അവരെന്നെ ഏൽപ്പിച്ചിട്ട് പെയ്ഡ് ആയിട്ട് അവരെന്നെ ഏൽപ്പിച്ചു. അങ്ങനെ കമ്പനി പ്രൊഫൈൽ മാനേജ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയുക മാർക്കറ്റിംഗ് ടീമിനെ വെച്ചു. അപ്പോ എന്റെ ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കംപ്ലീറ്റ്ലി എന്റെ എല്ലാ കാര്യങ്ങളും പോയി. അപ്പൊ എനിക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ എന്താ പറഞ്ഞെങ്കിൽ ഇപ്പോ ആ ആപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ശീലം എന്ന് പറഞ്ഞെങ്കിൽ ഒരു അഡിക്ഷൻ പോലെ ആയി. കാരണം തനിയെ പേജ് സ്വൈപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം എന്നുള്ള ആപ്പിലേക്ക് പോവുമായിരുന്നു. അപ്പോ എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഫീല് കാരണം കൊണ്ട് ആ ആപ്പ് അവിടെ ഇരുന്ന കൺട്രോൾ ആവില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്തു. അത് എനിക്കൊരു ബിഗ് വിൻ ആയിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ടാണ് സാർ അതൊന്ന് ഷെയർ ചെയ്തത്. പിന്നെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് സാർ സംസാരിച്ചോളൂ, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഹരീഷ്. അപ്പം നമ്മുടെ ബിസിനസ്മാൻ 360 ലാസ്റ്റ് സെഷനിൽ വന്നവരോട് ഞാൻ പറഞ്ഞിരുന്നു ഹരീഷ് ഇസ് വൺ പേഴ്സൺ വെരി റെഗുലർ. നമ്മുടെ ബിസിനസ്മാൻ 360 ലൈവ് Q&Aയിലും എല്ലാ സെഷൻസിലും റെഗുലറായി അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ ഹരീഷ്. ആൻഡ് ഐ ബിലീവ് ഹരീഷിന് പറയാൻ സാധിക്കും എങ്ങനെയാണ് ഹരീഷിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്തെന്ന് പറയാൻ സാധിക്കും. മേ ബി മറ്റൊരു അവസരത്തിൽ നമുക്ക് അതിനുള്ള സമയം എടുക്കാം. എനിവേ, ഫോൺ അഡിക്ഷന്റെ കാര്യം രണ്ട് രീതിയിലാണ്. നമ്പർ 1, നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ്. അതായത് ഓരോ വ്യക്തിയും സെൽഫ് കൺട്രോൾ ഉണ്ടാവണം. പക്ഷേ ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രോൾ ഇല്ലാതെ ആകുമ്പോഴാണല്ലോ അതിന് അഡിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിർബന്ധിതരായിട്ട് നിവൃത്തിയില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു സാധനത്തെ കൺട്രോൾ ചെയ്യാൻ, ഈ അഡിക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില സാധനങ്ങളുടെ സപ്പോർട്ട് ആവശ്യം വരും. അതായത് ഞാൻ പറഞ്ഞത് ഇന്റേണൽ ആയിട്ട് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 30 മിനിറ്റ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും. അതായത് സ്മാർട്ട് ഫോൺ ബ്രേക്സ് എടുക്കും. സ്മാർട്ട് ഫോൺ ബ്രേക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? ഒരു ദിവസം നമ്മൾ ഡിസൈഡ് ചെയ്യാണ് രാവിലെ ഇത്ര മുതൽ ഇത്ര വരെ ഐ വിൽ നോട്ട് യൂസ് സ്മാർട്ട് ഫോൺ. നമ്മൾ അതിൽ സ്റ്റാറ്റസിലും കാര്യങ്ങളൊക്കെ ഇടും. അതായത് ഐ വിൽ നോട്ട് ബി അവൈലബിൾ ഓൺ ഫോൺ, പ്ലീസ് ലീവ് യുവർ ടെക്സ്റ്റ് മെസ്സേജ് ഇഫ് ദർ ഇസ് എനിത്തിങ് അർജന്റ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫോണിന്റെ കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കും. അതിനാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഒരു എസ്കേപ്പ് ടൈം എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് അതിന് പറയാം, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ടൈം എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ ഉണ്ടാവാത്ത ആളുകൾ, അതായത് അത് പറ്റാത്ത ആളുകൾക്ക് ചെയ്യാൻ വേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്പർ 1, നമുക്ക് ചില ഡിജിറ്റൽ വെൽബീയിങ് ടൂൾസ് ഉണ്ട്. അതായത് ഡിജിറ്റൽ വെൽബീയിങ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി ചില ആപ്പുകളാണ്. ഈ ആപ്പുകളും ഈ ടൂളുകളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്ക്രീൻ ടൈം കുറയ്ക്കാനും ആപ്പിന്റെ യൂസേജ് കുറയ്ക്കാനും നോട്ടിഫിക്കേഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളൊരു പെട്ടെന്നൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. നമ്മൾ ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ പോകുന്നത് എവിടെയെങ്കിലും ഒരു പേജിലായിരിക്കും, ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഉക്രൈനിൽ റഷ്യ ബോംബിട്ടതിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ പോയി എവിടെയാണോ നമ്മൾ തുടങ്ങിയത്, എവിടെയാണോ നമ്മൾ അവസാനിച്ചത് എന്ന് അറിയാത്തൊരവസ്ഥയിൽ വരും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ, അതേപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്യാനും
പിന്നെ അതുപോലെ ചില റിമൈൻഡേഴ്സ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന ഇമെയിലുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല ഡിജിറ്റൽ വെൽബീയിങ് ആപ്പുകളും ഉണ്ട്. ഡിജിറ്റൽ വെൽബീയിങ് ആപ്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. പിന്നെ അതിന്റെ ഇടയിൽ വേറൊരു കാര്യം, അതായത് ദർ ആർ സം ആപ്ലിക്കേഷൻസ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. മെഡിറ്റേഷൻ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം എന്നല്ല പറയുന്നത്. ആ ആപ്പുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിൽ നമ്മുടെ ഫോണിന്റെ, അതായത് നമ്മൾ അറിയാതെ നമുക്കൊരു കൺട്രോൾ നമുക്ക് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ ചാലഞ്ചുകളാണ്. വേറൊരു സാധനം ഡിജിറ്റൽ ഡീറ്റോക്സ് ചാലഞ്ചാണ്. ഡിജിറ്റൽ ഡീറ്റോക്സ് ചാലഞ്ച് എന്നാണ് അതിന് പറയുക. ഡിജിറ്റൽ ഡീറ്റോക്സ് ചാലഞ്ച് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടീമായിട്ട് അല്ലെ, ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആളുകൾ പെയർ ചെയ്തിട്ടോ അങ്ങനെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഡിജിറ്റൽ ഡീറ്റോക്സ് ചാലഞ്ചുകൾ ചെയ്യാം. ഈ സമയം മുതൽ ഈ സമയം വരെ ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല, അത്തരത്തിലുള്ള ചാലഞ്ച്. അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ടൈം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, അതായത് എന്റെ സ്ക്രീൻ ടൈം ഇത്ര കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഗ്രൂപ്പ്. അങ്ങനെ ആ രീതിയിൽ ചില ചാലഞ്ചുകളും ചില എന്താ പറയുക ചില ചെറിയ ചെറിയ അപ്രീസിയേഷൻസും ഗെയിം പോലെ ക്യാമ്പയിനുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചില ഡിജിറ്റൽ ഡീറ്റോക്സ് ചാലഞ്ചുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് ഒരു ടൈം ബ്ലോക്സ് നമ്മൾ പറയും. അതായത് ഫോൺ ഫ്രീ, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നർ കൺട്രോൾ, അതായത് നമുക്ക് ഇന്നർ കൺട്രോളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഒരു എന്താ പറയാ ഫോൺ ഫ്രീ സോൺ എന്ന് പറയില്ലേ, ഫോൺ ഫ്രീ സോൺ, ഫോൺ ഫ്രീ ടൈം ബ്ലോക്സ് എന്നൊക്കെയാ പറയാം. നമ്മൾ ഡിസൈഡ് ചെയ്യാണ് ഈ സമയം മുതൽ ഈ സമയം വരെ ചെയ്യില്ല. ഇപ്പം ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ഹു ഹാവ് ഈ മൺഡേ മോർണിംഗ് അതായത് ഏർലി മോർണിംഗ് ടു ഒരു ഈവനിങ് 2 o'clock or 3 o'clock വരെ ഫോൺ യൂസ് ചെയ്യില്ല. അത് ഇറ്റ് ഹാസ് ബീൻ എ പ്രാക്ടീസ് ദാറ്റ് ദേ ഹാവ് ബീൻ ഡൂയിങ്. അവരുടെ എല്ലാ ദിവസവും സൺഡേ ഈവനിങ് ഉള്ള മെസ്സേജ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇതായിരിക്കും നോ വാട്സ്ആപ്പ് മൺഡേ. അപ്പൊ നോ വാട്സ്ആപ്പ് മൺഡേ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാറ്റസ് ഇട്ട്, പിന്നെ അപ്പൊ പല ആൾക്കാരും പറയും എന്റെ ബിസിനസ്സിന് ഇത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ബിസിനസ്സിന് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യണം. പക്ഷെ അങ്ങനെ അത്യാവശ്യമല്ലാത്ത തിരക്കുകൾ, പിന്നെ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അത്യാവശ്യങ്ങളും നിങ്ങളുടെ ഹാബിറ്റിനനുസരിച്ചിട്ട് മാറി നിൽക്കാൻ തുടങ്ങും. ശ്രദ്ധിച്ചേക്കുക, നിങ്ങളൊരു ഹാബിറ്റ് ആ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അത്യാവശ്യങ്ങളും നിങ്ങളുടെ ഹാബിറ്റിനനുസരിച്ചിട്ട് മാറാൻ വേണ്ടി തുടങ്ങും, അഡാപ്റ്റ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോൺ എഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറ്. അതായത് ഞാൻ പറഞ്ഞു ഡിജിറ്റൽ വെൽബീയിങ് ആപ്പുകൾ ഉണ്ട്, ചില ആപ്പ് ബ്ലോക്ക് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ വെൽബീയിങ് അങ്ങനെയുള്ള ആപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഈ ഡിജിറ്റൽ ഡീറ്റോക്സിങ് അല്ലെങ്കിൽ ഡിജിറ്റലി ഡീറ്റോക്സ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ ഒരുപാട് ടൂളുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആൻഡ് ഇനി എനിബഡി വുഡ് ലൈക്ക് ടു ഷെയർ എനിത്തിങ്? ഹരീഷ് ഷെയർ ചെയ്ത പോലെ എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, എനി ഹാബിറ്റ് ദാറ്റ് യു ഹാവ് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദ സെഷൻ ഓർ എനി ഹാബിറ്റ് ദാറ്റ് യു വാണ്ടഡ് ടു സ്റ്റോപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ? മൈ ഡിയർ ഫ്രണ്ട്സ്, അഗെയിൻ നമ്മൾ പറയാണ്, നിങ്ങൾ ആക്ഷൻ എടുക്കാതെ നമ്മുടെ ഈ ലൈവ് Q&A അല്ലെങ്കിൽ ഓൺലൈൻ സെഷൻസോ മാത്രം കേട്ടിരുന്നത് കൊണ്ട് ബിസിനസ്സിൽ ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയില്ല. ആക്ഷൻസ് എടുക്കണം. ആ ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യാണ്. ഓവർ ടു സന്ധ്യ. All right, we have a question in the chat box. Shage, first time aano in the live leki varumba. Shage, are you here for the first time? Batch has recently started. Shage, avadendo. Good morning, good evening. Shage is there. Yes. Very good morning. Hi. Okay. All right. Shage, ഞാൻ ചോദ്യങ്ങൾ വായിച്ചു. എനിക്ക് തോന്നുന്നു ഷേജ് day 1 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഷേജിന്റെ 2 ചോദ്യങ്ങളാണ്. Yours is a construction support service. എക്സാക്ട് ആയിട്ട് എന്താണ് സർവീസ് എന്ന് പറയാമോ? അതായത് ചോദ്യത്തിന് ഉത്തരം ഇതാണ്, അല്ലെങ്കിലും പറയാം, പക്ഷെ ജസ്റ്റ് ടു നോ യു ആൻഡ് അണ്ടർസ്റ്റാൻഡ് യു എ ലിറ്റിൽ ബെറ്റർ. എന്തായിരുന്നു സർവീസസ്, എന്തായിരുന്നു എന്ന് പറയാമോ? നമ്മൾ കൊടുക്കുന്നത് അതിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അവർക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്. സോ ഫുള്ളി ആ ഒരു ഏരിയയിലാണ്. വി ആർ നോട്ട് ഇൻ ലേബർ സപ്ലൈ, അങ്ങനെ ഒന്നും ഒരു ഏരിയയിലായിട്ടില്ല, ഈ ഒരു ഏരിയയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ സപ്പോർട്ടിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു ഐഡിയയാണ് അതിൽ വരുന്നത്. വി ഹാവ് ടീം, ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം നമ്മുടെ ജോബുകൾ. അതെപ്പോഴും ചലഞ്ചായി നിൽക്കുന്നതായിരിക്കും. നമ്മൾ പിന്നെ ഏത് ക്വാളിറ്റിയിലുള്ള ആളുകൾ എടുക്കുന്നു എന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ സിസ്റ്റം അത്രയും സ്ട്രോങ് ആണെങ്കിൽ ദിസ് പീപ്പിൾ ക്യാൻ ഫോളോ വെരി ഈസിലി.
Absolutely. എന്ന് ഫീൽ ചെയ്തു. സോ അതെങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ് എന്തുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. എനിവേസ്, എന്നാ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. എൻ്റെ പേര് ഷെജീർ. വെരി ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എനിക്ക് തോന്നുന്നു ഒരു 10-27 ലീഡേഴ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. സംഭവം നമ്മൾ ഫീസൊക്കെ കൊടുത്തിട്ട് ഇതിലിരിക്കുന്നത് പോലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് ചിലപ്പോൾ എപ്പോഴും ഫീസ് കൊടുത്താൽ കിട്ടിക്കൊള്ളുന്നില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് സെഷൻ. പിന്നെ നല്ല കോച്ച് ഇരിക്കുന്ന ഒരു സെഷൻ. സോ വി ആർ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. Thanks a lot, Shades. Very, very happy for your question. അതായത് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ how to start a system from the scratch is an exclusive session. അതായത് ഷെയ്ജിന് ഇപ്പം എനിക്ക് തോന്നുന്നു day 1 or day 2 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. Day 3 and day 4. Day 4 is a live session where I'll be explaining right from the scratch. You have 1 whole hour dedicated only for systems. So please do wait for that. കാരണം ഇവിടെ ഉള്ള പലവരും ആ ഒരു സെഷൻ കേട്ട് കഴിഞ്ഞവരായിരിക്കും, ഇനിയുള്ളവർ കേൾക്കാൻ പോകുന്നവരായിരിക്കും. So I don't want a repetition there. So day 4 live, go ahead and ask me. Keep this question reserved. Our day 3 കഴിഞ്ഞിട്ട് day 3 we'll start with what is a system. Okay. And how to understand systems in your work. So we will connect it to your work. That is one. Day 4 I come on live. Both of us come on live. We come on live and then we explain how to from the scratch, how do you start a system. Okay. And adu kazhinjittum if there is something that is pending and you specifically ningada business le connect cheyan pattathathu endengilum undengil, be open and ask, because we spend a lot of time on live. But don't worry. So that question gets answered there. Your second question is how do we do effective employee delegation, right? I will tell you 2 keys. Again, this is coming in day 7, but that's fine, no problem. Effective employee delegation, because it could be useful for others who are sitting here. Employee delegation, the ഏറ്റവും important ആയിട്ടുള്ള 2 aspects. One aspect is bring in lot of clarity in what you are delegating and what you are expecting from them. അതായത് അവർ എന്താണോ, what is it that you are expecting from them should be very, very clear and should be repeated multiple times. Clarity ഒറ്റ പ്രാവശ്യം കൊണ്ടുവന്നാൽ പോരാ. This clarity should be repeated again and again. That is one key for employee delegation. രണ്ടാമത്തെ key is maybe you're following an organizational structure. അത് എഴുതിയിട്ട് follow ചെയ്തിട്ടില്ലെങ്കിലും there definitely ഒരു organization ഉണ്ടെങ്കിൽ automatically there is a structure. Make sure, ensure, yes, clarity should be repeated again and again, and ensure one thing, that you do not have any orphan chicks in your organization. Orphan chicks nu parayumbam report cheyan illatha oru team member undavan paadilla. The moment you employ somebody, he should be able to report to someone. ആരോടെങ്കിലൊക്കെ ഒരു റിപ്പോർട്ട്, അക്കൗണ്ടബിലിറ്റി എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ദാറ്റ് അക്കൗണ്ടബിലിറ്റി, ഇഫ് ദാറ്റ് ഇസ് ക്രിയേറ്റഡ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, യുവർ എംപ്ലോയി ഡെലിഗേഷൻ വർക്ക്സ് റിയലി വെൽ. At every stage, every employee, every staff must be asked question, and there should be somebody to ask question, whether it is you or somebody below you or someone next to you or someone your subordinate, whoever it is. ഒറ്റ എംപ്ലോയിയും should not be left. അതായത് he will do it because he should feel the belongingness. See, correct ആണ്, എന്റെ കമ്പനി ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വർക്ക് ചെയ്യണം. പക്ഷേ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഇല്ലാണ്ട് it does not work. End of the day, they are our staff members, and staff members ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം. It is true, ഇന്നത്തെ ഒരു കാലത്ത് നമ്മളുടെ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇങ്ങനെ കുത്തനെ വരാണ്ട് it is getting neutral, it is getting diverse, it is getting spread, rather than being ഒരു hierarchy പോലെ അല്ലാണ്ട് ഒരു സ്പ്രെഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. That is true. Networking is important, mentoring is important, അതൊക്കെയാണ്. പക്ഷേ that factor called accountability, bottom line, you have just one challenge: getting the results and keeping the result getters. People who are getting results for you, you've got to hold them with you. ആ holding വേണമെങ്കിൽ there is somebody above me എന്നുള്ള feeling should definitely be there, and that's the art of delegation. And രണ്ടാമത്തെ കാര്യം, see, it is like this. For example, let me share the screen. I'll quickly share my whiteboard, and I'll be using my mouse, so sorry for my terrible drawing. So I'll show you 1 second. So, okay. So suppose if this is your organization structure, you have a CEO here, or whoever it is, director is there.
Just below that, you have managers, or simple organization structure. You have managers, and below that, you have your team or you have your staff members. I'm not dividing them into departments, just to show where the reporting system fails. All right. So, ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാനേജറൽ സ്ഥലം വന്നു കഴിഞ്ഞാൽ CEO should ask only the manager. സംഭവം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടീം ലെവലിലും പല പ്രാവശ്യം നമ്മൾ ഇങ്ങനത്തെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒക്കെ ഉണ്ടാവും. നമ്മുടെ ടീമിൽ കുറെ ആൾക്കാരുണ്ടാവും. ടീമിനെ ചിലപ്പോൾ റിക്രൂട്ട് ചെയ്താൽ നമ്മളായിരിക്കും, അതിനുശേഷമായിരിക്കും മാനേജർ വന്നിട്ടുണ്ടാവുക. പല സ്ഥലത്തും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ടീമിനെ എപ്പോഴും റിക്രൂട്ട് ചെയ്യും, എന്നിട്ട് നമ്മളൊരു മാനേജറിനെ ഇവരെ എല്ലാവരെയും കൂടി നോക്കാൻ പറ്റും. അപ്പൊ ടീമിന് ആരെയാ കൂടുതൽ പരിചയം? ടീമിന് നമ്മളെയാ കൂടുതൽ പരിചയം, ടീമിന് മുതലാളിയാ ഇഷ്ടം. അപ്പൊ ടീം എന്താ ചെയ്യുക? എല്ലാ ചാലഞ്ചസും ഇങ്ങോട്ട് കൊണ്ടുവരും. ആൻഡ് വി ഓൾസോ സിറ്റ് ആൻഡ് അഡ്രസ് ദാറ്റ്. Problem comes, that is where the delegation fails. Up and down, your manager is happily sitting there. Anything that comes from the staff should not come from the staff. It should come through your manager. You have placed somebody there, do not get into that job. And there is one particular aspect of delegation where, see, we are all performers. Performers ayondana nammal inna CEO aayittu nikkunathu allengil oru director aayittu nikkunne. പക്ഷേ there is a problem when you are performers. What happens? നമ്മൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ എന്നെക്കാട്ടിലും നന്നായിട്ട് ഈ പണി വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. Only I can do it so well. അങ്ങനെ ഒരു ആസ്പെക്ട് വന്നു കഴിഞ്ഞാൽ it is very difficult where you delegate. മൂന്നാമത്തെ കാര്യം, there should be ample. ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുമ്പിൽ അസംഷൻ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന ആള് ഇത് വൃത്തിക്ക് ചെയ്തോളും, അയാൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, അയാൾക്ക് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തത്, സോ ഹി ഷുഡ് ബി ഏബിൾ ടു ഡു എവറിഥിങ് ഓൺ ഹിസ് ഓൺ. ദാറ്റ് ഇസ് എ റോങ് അസംഷൻ. ഇറ്റ് ഷുഡ് നോട്ട് ബി ദെയർ. അല്ല, എപ്പോഴും ഒരു മെന്ററിങ് എന്താണോ നമ്മൾക്ക് വേണ്ടത്, ഏത് രീതിയിലാണോ റിസൾട്ട് വേണ്ടത്, അതിനൊരു ചെറിയൊരു ഹാൻഡ് ഹോൾഡിങ് മെന്ററിങ് കൂടെ ഉണ്ടാവണം. ഡു നോട്ട് പുൾ ബാക്ക്. So all this is going to be in the Shreja രണ്ട് ചോദ്യവും നമ്മുടെ day 4 and day 7 it is very detailed ആയിട്ട് covered ആണ്. But still, because there are others and because you asked me questions, I gave you a gist of the entire thing. I hope it was useful. Thank you. Thank you so much. And let me ask you, this day is for your questions. So I want you to ask questions. അതായത് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ദിവസമാണ്. അപ്പം do not wait for us to give you insights. We have brought in lots of insights. കുറെ കാര്യങ്ങൾ ഉണ്ട് പറയാനായിട്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ ചോദ്യം, ഹരീഷിന് എന്തോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഹരീഷ്, go ahead. ഓക്കെ മാം, എന്റെ വോയിസ് ഓക്കെ അല്ലേ? യെസ്, വോയിസ് ഓക്കെ ആണ്, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മാം, നമ്മൾ ടെലികോളിംഗ് സ്റ്റാഫിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ. അപ്പൊ ഈ ഒരു സ്റ്റാഫ് ബേസ്ഡ് കാര്യം തന്നെയാണ്. നമുക്ക് ടെലികോളറിനെ ഹയർ ചെയ്തതിൽ ഒരാൾക്കൊരു ഫാമിലി ക്രൈസിസ് കാര്യങ്ങൾ വന്നിട്ട് ആൾക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരാൾക്ക് എന്താ പറയുക, രണ്ടുപേരെ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് അങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂസ്, നമുക്കത് എന്താ പറയുക അക്സെപ്റ്റബിൾ ആണ് പറഞ്ഞിട്ടുള്ള കാര്യം. മറ്റൊരാൾ പറഞ്ഞ ഒരു തീരെ കമ്മിറ്റ്മെന്റ് ഇല്ലാണ്ട് ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും നമ്മളായിട്ടും എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ നല്ല രീതിക്ക് ഒരു പെയ്ഡ് ആഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ലീഡ്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പിന്നെ നമ്മൾ ഏകദേശം ഒരു 250 എൻക്വയറീസ് നമ്മൾ വർക്ക് ഫ്രം ഹോം എന്ന് കൊടുത്ത സമയത്ത് ഒത്തിരി എന്താ പറയാ, ഇപ്പൊ ചെറിയ കൊച്ചുങ്ങളൊക്കെ ഉള്ള കുറെ ആളുകളാണ് നമുക്ക് എൻക്വയറി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വീട്ടിലിരുന്ന് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാലോ ജോബ് എന്നുള്ള കാരണം കൊണ്ട്. പക്ഷെ അതെന്താ പറഞ്ഞാൽ കുറച്ചും കൂടി എക്സ്ട്രീം കംഫർട്ട് സോണിലേക്ക് അവർക്ക് പോയിട്ടാണോ എന്ന് അറിയില്ല. ഒരാളെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ലെവൽ ഇല്ലാണ്ട് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് ലീഡ്സിനെ വിളിക്കാതെ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര നമുക്ക് അഫോർഡ് ചെയ്ത് പോകാൻ പറ്റുന്നതിലും അപ്പുറത്തേക്ക് പോയി. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും അവരടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു ദിവസം കൂടി നമ്മളൊരു ചാൻസ് കൊടുത്തു. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തപ്പോ നമ്മള് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു എന്താ പറഞ്ഞെങ്കിൽ എവിടെ നിന്ന് നമുക്കൊരു നല്ലൊരു ടെലികോളിംഗ് സ്റ്റാഫിന് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിന് ഒരു പിടിയില്ല. എങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് OLX അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് പോലുള്ള ആപ്ലിക്കേഷൻസിലും നമ്മൾ ഈ ജോബ് ആഡുകൾ ഇടുമ്പോൾ അതിന് കൺഫർമേഷൻ കിട്ടുന്നില്ല, ഒക്കെ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒത്തിരി ജോബ് സ്കാമുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഒരു ജെനുവിൻ കേസിനെ എന്താ അറിയില്ല റിജക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമുക്ക് ഒരു
ഒരു ഇതിലെവിടേക്കോ നമ്മുടെ സൊസൈറ്റിയിൽ ഇത് ആവശ്യമുള്ള കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷെ അവരിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ എന്തെങ്കിലും ഒരു മീഡിയം മാമിനോ സാറിനോ സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ എനിക്ക് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് എനിക്കൊരു ഫിസിക്കൽ ഓഫീസിന്റെ നീഡ് വരുന്നില്ല. പക്ഷെ എങ്കിലും നമുക്ക് വരുന്ന എൻക്വയറീസിന് ഒരു ട്രസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് എന്നുള്ള കാര്യം വേണമല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മളൊരു വെർച്വൽ ഓഫീസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വെർച്വൽ ഓഫീസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും, എന്ത് എൻക്വയറി വന്നാലും നമ്മളുടെ കാര്യങ്ങളൊക്കെ അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ആസ് എ നമ്മുടെ ഓഫീസ് എന്നുള്ള രീതിക്ക് തന്നെ ഫോളോ ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വെർച്വൽ ഓഫീസ് നമുക്ക് നല്ലതാണോ എന്നുള്ളതും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ നമുക്കൊരു സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാഫിനെ നമുക്ക് ആക്റ്റീവായി നിലനിർത്തണം, ആ ഒരു കമ്മിറ്റ്മെന്റ് ഫോളോ ചെയ്യാനും എന്താ പറയാ കുറച്ച് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്നുള്ള, അപ്പൊ എനിക്ക് ക്രഷ് ആയിട്ടൊന്നും അങ്ങനെ സ്റ്റാഫിന്റെ അടുത്ത് പെരുമാറാനോ പരിപാടിയോ ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ എന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നുള്ളതും കൂടെ ഇത്ര 3 ക്വസ്റ്റ്യൻസ് ഉള്ളൂ മാം. All right, Rakesh, you're picking up some questions. Yes, of course. Virtual office in the case പറയാനുള്ള എനിക്ക് പ്രത്യേകിച്ച് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ഹരീഷിന്റെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ക്ലയൻസ് ആരും ഓഫീസിലേക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓഫീസ് സ്പേസിന് ഒരുപാട് റെന്റ് കൊടുക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ വയബിൾ തിങ്. ഇപ്പൊ ഈവൻ നമ്മുടെ കേസിലാണെങ്കിൽ ഇപ്പം എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സിലാണെങ്കിൽ ഐ ഹാഡ് എൻ ഓഫീസ് ബിഫോർ കോവിഡിന് മുമ്പേ ഓഫീസ് ഉണ്ടായിരുന്നു, 2 ഓഫീസുകൾ ഉണ്ടായിരുന്നു. ആഫ്റ്റർ കോവിഡ് വി ഹാവ് കൺഫൈൻഡ് ഇൻ ടു സിംഗിൾ ഓഫീസ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്സും അതുപോലെ ട്രെയിനിങ് ബിസിനസ്സും എല്ലാം നമ്മൾ ഒരു ഓഫീസിലേക്ക് കൺഫൈൻ ചെയ്യാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പെൻസുകൾ ഓൺലൈൻ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആകുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ഓൺ ദാറ്റ്. പക്ഷേ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾക്ക്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ വരിക, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ അഡ്രസ്സ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന രീതിയിൽ ഒരു വിർച്വൽ ഓഫീസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വളരെ നല്ല ഓപ്ഷനാണ്. പിന്നെ പല രീതിയിൽ വിർച്വൽ ഓഫീസസ് ക്രിയേറ്റ് ചെയ്യാം. വിർച്വൽ ഓഫീസിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിൽ ആ ഓഫീസ് അഡ്രസ് ഒക്കെ ഇപ്പൊ റെന്റിനും അങ്ങനത്തെ കാര്യങ്ങൾക്കും ഓപ്ഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. സോ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ദാറ്റ് യു ഹാവ് ടേക്കൺ ഫോർ. ഇനി പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു പക്ഷേ ഈ ടെലികോളിംഗ് ടീമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഹൗസ് ആയിട്ട് ചെയ്യണമെന്ന് ഫ്യൂച്ചറിൽ ഒരു കാര്യം തോന്നുകയാണെങ്കിൽ നെവർ ഹെസിറ്റേറ്റ് ടു ഡു ദാറ്റ്. കാരണം ആളുകൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിനർജി, പ്രത്യേകിച്ച് ടെലികോളിംഗ് ഒക്കെ ആവുന്ന സമയത്ത് ആളുകൾ ഒരുമിച്ചിരുന്ന് അവരുടെ റെസ്പോൺസ്, അവർക്ക് കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ ഓൺ ദ സ്പോട്ട് ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൾച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ആ കൾച്ചർ സ്വാഭാവികമായിട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതും ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പൊ അത് ഫ്യൂച്ചറിൽ അങ്ങനെ സ്വന്തമായിട്ടൊരു ഇൻഹൗസ് ആയിട്ടൊരു ടീമിനെ ബിൽഡ് ചെയ്യണമെന്ന് ഒരു ഹരീഷിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. പക്ഷെ റൈറ്റ് നൗ വിർച്വൽ ഓഫീസ് ഇസ് മോർ ദാൻ ഇനഫ് ഫോർ യു എന്നുള്ളതാണ് വാട്ട് ഐ വുഡ് സജസ്റ്റ്. റൈറ്റ് സന്ധ്യ? യെസ്, ഓൾ റൈറ്റ്. പിന്നെ ഉള്ളത് ടെലികോളിംഗ് എക്സിക്യൂട്ടീവ്സ്, അത് പെട്ടെന്ന് വിട്ടുപോയി. ടെലികോളിംഗ് എക്സിക്യൂട്ടീവ്സ് എന്താ പറയാ, ഈ ഒരു സാധനം ഹരീഷ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് ബിസിനസ്സിൽ. അതായത് പീപ്പിൾ വിൽ കം ആൻഡ് ഗോ. സോ ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് യുവർ ബിസിനസ് ദാറ്റ് ഷുഡ് ഓൾവേസ് ബി കോൺസ്റ്റന്റ്. അതായത് ഈ ചെറിയ ഓർഗനൈസേഷൻ ആവുമ്പോഴാണ് നമുക്ക് അത് ഭയങ്കരമായിട്ട്, അതായത് നമ്മൾ തുടക്കത്തിലാവുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക. കാരണം യു ഡിപ്പെൻഡ് എ ലോട്ട് ഓൺ യുവർ സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലേ. അപ്പൊ ആദ്യത്തെ റൂൾ ഓഫ് ബിസിനസ്, ഐ ഓൾവേസ് കീപ് ടെലിംഗ് ദിസ്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ ദ സെയിം ബാസ്കറ്റ്. അതായത് ഒരു സെറ്റ് ഓഫ് പണി ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ക്രൂഷ്യൽ ആയിട്ട് ഉള്ള പണികളെല്ലാം കൂടി ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ദെയർ ഷുഡ് ഓൾവേസ് ബി എ ബാക്കപ്പിൽ. അതായത് 2-3 പേർക്ക് അറിഞ്ഞിരിക്കണം. ചെറിയ ടീമുള്ള ഓർഗനൈസേഷൻ ആണെച്ചാൽ വി ഓൾവേസ് സേ ദാറ്റ് കീപ് എവറിത്തിങ് ഡോക്യുമെന്റഡ്. അങ്ങനെയുള്ളപ്പോഴാണ് ഡോക്യുമെന്റേഷന്റെ ആവശ്യം വരിക. അതായത് ഇന്ന് ഹരീഷിന്റെ ടെലികോളർ ചെയ്യുന്ന പണികളൊക്കെ എങ്ങനെയൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത്, അത് അവരെ കൊണ്ട് ഡോക്യുമെന്റ് ചെയ്യിക്കുക. ഒരു സിസ്റ്റം, അതായത് നാളെ ഇത് ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി, ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹ്യൂമൻ ബീങ്സ്, യു നെവർ നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടുമോറോ. അത് സ്റ്റാഫിന്റെ ഇൻസിൻസിയറിറ്റി മാത്രമല്ല, ഇറ്റ് ഇസ് ജനറലി ഓൾസോ. ഓക്കെ, സ്റ്റാഫിന്റെ ഒരു ഇൻസിൻസിയറിറ്റി കാരണം മാത്രമല്ല, ജനറലി എനിത്തിങ് ക്യാൻ ഹാപ്പൻ ദ നെക്സ്റ്റ് മൊമെന്റ്. സോ എവറിത്തിങ് ഷുഡ് ബി ഡോക്യുമെന്റഡ്. അതായത് അങ്ങേയറ്റത്തെ റൂള് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെക്നിക്കലി പറയുകയാണെങ്കിൽ, ഈവൻ ദ സിഇഒ ഷുഡ് ബി ഇൻഡിസ്പെൻസിബിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത്
nobody should be indispensable. അത് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരാളും ഈ ഓർഗനൈസേഷൻ ഉണ്ടാവരുത്. നാളെ ഹരീഷ് ഇല്ലെങ്കിലും ഓർഗനൈസേഷൻ നടന്നു പോകണം. I mean, that is brutal, but that's what is it true. അതായത് നാളെ നമ്മളില്ലെങ്കിൽ പോലും കാര്യങ്ങൾ നടന്നു പോകണം. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്തിട്ട് ഒരാളെയും കൂടി, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇമെയിൽ സ്ട്രക്ചർ ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും എന്തിനാ ഈ കോപ്പി അല്ലെങ്കിൽ CC വെക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പല ആൾക്കാരെയും അതിൽ പൂളിൻ ചെയ്യുന്നത്? സോ ദാറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓപ്പൺ, സിസ്റ്റംസ് വിത്തിൻ ദി ഓർഗനൈസേഷൻ ആർ മോർ ട്രാൻസ്പെറന്റ്. അത് ചോദ്യത്തിലേക്ക് വരാം. അതായത് ഇപ്പൊ ടെലികോളിംഗ് എക്സിക്യൂട്ടീവിനെ എവിടെന്നാ സോഴ്സ് ചെയ്യാന്നുള്ള ചോദ്യമാണെന്ന് എനിക്കറിയാം. ഞാൻ പക്ഷെ പറഞ്ഞു വരുന്നത് ഇത് കമ്പനിയുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പീപ്പിൾ കമ്മിങ് ആൻഡ് പീപ്പിൾ ഗോയിങ്. സോ ഓൾവേസ് ഹാവ് എ പൂൾ ഓഫ്, ഇന്നിപ്പോ നാളെ ഇപ്പൊ അവര് വിട്ടു എന്ന് പറഞ്ഞതിന് ശേഷം വേണ്ട ഇത് അന്വേഷിക്കാൻ പോവാനായിട്ട്. ഒരു ട്രെയിനി അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് റെസ്യൂമേ ഷുഡ് ഓൾവേസ് ബി ദെയർ വിത്ത് യു. എവിടെ നിന്നൊക്കെയാ സോഴ്സ് ഔട്ട് ചെയ്യുന്നതെന്നുള്ളത്. അതായത് ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എവിടുന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു എമർജൻസി വന്നു കഴിഞ്ഞപ്പോഴാണ് ഹരീഷ് നോക്കാൻ തുടങ്ങിയ ആൾക്കാരെ, ഇല്ലേ? പക്ഷെ ഒന്നുമില്ലാത്തപ്പം ഒരു 10 ടെലികോളേഴ്സ് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു പൂൾ ഓഫ് പീപ്പിൾ കളക്ട് ചെയ്ത് വെക്കുന്നത്, അതിന് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് പെട്ടെന്ന് ഒരു ദിവസം ചില സീസൺസ് ഉണ്ടാവുമല്ലോ ഇതിന്. സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ്സിലേക്ക് കൂടെ ഈ കോളേജ് കഴിഞ്ഞ ഒരു സീസൺ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ജൂൺ ജൂലൈ റിസൾട്ട്, ഏപ്രിൽ മെയ് റിസൾട്ട് കഴിഞ്ഞ സമയമാണ്, റിസൾട്ട് വന്നു കഴിഞ്ഞ സമയം. ഇപ്പൊ ഹരീഷ് നോക്കി കഴിഞ്ഞപ്പോ ജൂൺ ജൂലൈ എന്താണെന്ന് വെച്ചാല് ഫൈനൽ ഇയേഴ്സ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പ്ലേസ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. ഈ ടെലികോളിംഗ് ജോബിന് വരുന്നത് കൂടുതലും ഫ്രഷേഴ്സ് ആണ്. എഗ്രി ഓർ നോട്ട്, ഇല്ലേ? അപ്പൊ ആ ഒരു സീസണൽ ആയിട്ടാണ് ഇങ്ങനത്തെ പ്രത്യേകിച്ചുള്ള ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് അവർ ഈ OLX അങ്ങനത്തെ പ്ലാറ്റ്ഫോമിനെക്കാട്ടിലും ഫേസ്ബുക്കിലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് ലീഡ്സ് കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. That is one. രണ്ടാമത്തെ ഓപ്ഷൻ is you can always go for LinkedIn. LinkedIn ഫ്രീ ആയിട്ടുള്ള ജോബ് പോസ്റ്റിംഗ്സ് ഉണ്ട്. We have always had an experience of getting through LinkedIn. So those are some of the things. പിന്നെ ഏറ്റവും നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നത് നിങ്ങളുടെ ഒരു ക്ലോസ്ഡ് സർക്കിളില്, നിങ്ങളുടെ ഒരു കണക്ഷനില് ത്രൂ റെഫറൽസ് നമ്മൾ ഒരാളെ, പ്രത്യേകിച്ച് ഒരു ലോക്കൽ സിനാരിയോയില്, അതായത് ഒരു കേരളത്തിലോ ഇന്ത്യയിലെയോ സിനാരിയോയില് നമ്മുടെ റെഫറൽസിന്റെ ത്രൂ നമുക്ക് ആരെങ്കിലും ഒക്കെ റെസ്യൂമേ കിട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒക്കെ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ത്രൂ ഒക്കെ കിട്ടുന്ന ഓരോ റെസ്യൂമേസ് ഉണ്ടല്ലോ, അത് പരിചയമുണ്ട്, റെഫേർഡ് ബൈ സംബഡി, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം. കാരണം ഈ ബാക്കിയുള്ള ഓർഗനൈസേഷൻസിലെ വലിയ വലിയ ഓർഗനൈസേഷൻസിലൊക്കെ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു റെസ്യൂമേ കൊടുത്തു കഴിഞ്ഞാൽ there is an exclusive team working for background verification. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഓക്കെ ആണോ അല്ലേ എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു തരും. പക്ഷെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷന്റെ സമയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമോ ഉണ്ടാവില്ല, അതിനൊരു എക്സ്പെൻസും എടുക്കാനില്ല. അതുകൊണ്ട് ഏറ്റവും അധികം റെക്കമെൻഡഡ് ആയിട്ട് നമ്മുടെ ഒരു നോൺ സർക്കിളില്, പിന്നെ പല ഓർഗനൈസേഷൻസും ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യും. ഗവൺമെന്റ് തന്നെ ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ലോക്കലായിട്ട് തന്നെ. അപ്പൊ അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും ഒക്കെ ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുന്ന അടുത്ത നിങ്ങളുടെ കമ്പനിയിൽ, അതിൽ നിങ്ങളുടെ കമ്പനിക്കും ഒരു വാല്യൂ ഇംപ്രൂവ് ആവും. When you register for job fairs, go there, conduct interviews, recruit people. Appa angante korchu exercises like even physical aayitillenkilum you can always go and do a physical interview and recruit them online. പിന്നെ കംഫർട്ട് സോൺ, കംഫർട്ട് സോൺ ഇന്നത്തെ ഒരു വർക്കിംഗ് സ്റ്റൈലിന്റെ ഇതാണ്. 9 to 5 നമ്മളൊരു വടിയും വെച്ചുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ ഇന്ന് ബുദ്ധിമുട്ടാണ്. ഇന്ന് ഫ്ലെക്സിബിലിറ്റി ആഗ്രഹിക്കുന്ന കുട്ടികളാണ്, ഫ്രഷേഴ്സ് ആണ്. ഇന്ന് ഫ്ലെക്സിബിലിറ്റി നമ്മൾക്കാണെങ്കിൽ പോലും നമ്മൾ ഈ ഓൺടർപ്രണർഷിപ്പിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി റിക്വയർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് വി ആർ വെരി ഹാപ്പി ദാറ്റ് വി ആർ ഫ്ലെക്സിബിൾ, ഇല്ലേ? അപ്പൊ ആ ഒരു ഫാക്ടർ ഒരിക്കലും കംഫർട്ട് ലെവൽ ആയതുകൊണ്ടാണ്. അല്ല, പീപ്പിൾ വാണ്ട് ടു, ദി യങ്സ്റ്റേഴ്സ് ഓഫ് ടുഡേസ് ജനറേഷൻ, ദേ വാണ്ട് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ആൻഡ് ഹെൻസ് ദേ ആർ ദേർ. അപ്പൊ ഐ ഹോപ്പ് ഐ ഹാവ് ആൻസേർഡ്. പിന്നെ ഉള്ളത് വെർച്വൽ ഓഫീസ് ആയിരുന്നു, ടെലികോളറിനെ കിട്ടാത്തതായിരുന്നു. ബിഹേവിയറിൽ മാറ്റം വരുത്തണോ അതൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് ഇവിടെ പറയാൻ പറ്റില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ഇന്ററാക്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇന്നത്തെ ഒരു ജനറേഷനെ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ചട്ടക്കൂട്ടത്തിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് വിൽ ഓൾവേസ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ആൻഡ് ഓൾവേസ് ഡു നോട്ട് ഹാവ് സോ മച്ച് ഓഫ് ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ അയ്യോ പോയല്ലോ പറഞ്ഞില്ലല്ലോ ചെയ്തില്ലല്ലോ, ഇറ്റ്സ് ഓക്കെ. പിന്നെ എവിടെയെങ്കിലും ഒക്കെ കമ്മിറ്റ്മെന്റ് ലെവൽസ് കുറവാണ്, വർക്ക് ചെയ്യുന്നില്ല, പറ്റിക്കുന്ന തോന്നുന്നെങ്കിൽ ദാറ്റ്സ് ഓൾ, ലീവ് ഇറ്റ്. ഇങ്ങനത്തെ ഒരു കാറ്റഗറി you can always be ready to replace. ആ ഒരു സ്ട്രെങ്ത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ it's absolutely fine. Are we good?
I think we have a question on YouTube. Okay, ma'am. Almost all questions answered. Thank you. Thank you so much, Harish. I will see you around a little later in the session. So, Rakesh, I think we have a question on the YouTube. Yes, yes, we have a question on YouTube. Thank you very much, my dear friends, for joining on YouTube Live. YouTube Live കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും good morning and have a great Sunday, a productive Sunday. Here is the question. What would be a realistic expectation from a manager? What are the parameters to observe during an interview? Excuse me. What are the expectations, a realistic expectation from a manager? ഒരു മാനേജറുടെ അടുത്ത് ഉണ്ടാവേണ്ട റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ പാരാമീറ്റേഴ്സ് ടു ഒബ്സർവ് ഡ്യൂറിങ് എൻ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിൽ ഒബ്സർവ് ചെയ്യേണ്ട പാരാമീറ്റർ എന്താണെന്നുള്ളതാണ്. സന്ധ്യ മാം, ഇതിലെന്താ അറിയോ, ഈ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഒബ്സർവ് ചെയ്യേണ്ട പാരാമീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ talking about the parameters which we have, I think Priya ma'am would prefer us to answer in English. So if you ask me what are the parameters that we would observe during an interview, is that, see, first of all, the confidence with that they are answering the question, and second thing is that talking about their experiences. See, there are different type of questions that we can ask in an interview. One of such kind is a behavioral type of an experience type of question. We can ask them, what was the last time, or what was the leadership role that they have taken, or any initiative that they have brought in an organization, and how does it work? They should have to give an example. എല്ലാ കറക്റ്റ് എക്സാമ്പിൾ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് in your previous job, you can tell anything that you have done. You have taken a leadership, you have taken an initiative, and you have worked on it. ആ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുടെ എക്സാമ്പിൾ വിത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചോദിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അതേപോലെ ഫെയിലിയറിനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ എക്സാമ്പിൾ ആയിട്ട്, അതായത് ലാസ്റ്റ് കമ്പനിയിൽ എനിക്ക് ഇത്ര സെയിൽസ് കൊണ്ടുവരാൻ സാധിച്ചു, I took initiative to bring this particular campaign in the company, and we were able to increase the reach or visibility of the brand by this percentage. That kind of answer should what we be expecting from the candidate or the interviewee. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. Rather than just going through the resume or asking their hobby, or asking them how are they going to contribute the organization, you can ask them real life examples where they have exhibited some leadership quality. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ simple questions. In last job, you can you give some examples. In your last job, you have taken some initiative, you have brought in some campaign. How did you lead your team? Or in the last job, what are the challenges that you have faced, and how did you overcome that challenge? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ബിഹേവിയറൽ ടൈപ്പ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആൻസർ കിട്ടാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു അനലൈസ്, ആ ഒരു രീതിയിൽ അസസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് റെഫറൻസ് നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഇവർ പറഞ്ഞ കഥ ശരിയാണോ എന്നറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്? സോ വാട്ട് ഷുഡ് ബി എ റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഫ്രം എ മാനേജർ, സന്ധ്യ? Yeah, all right. So, realistic expectations from a manager, it depends on what is the team that he is handling. So, first thing is, see, if your team, one thing is a manager should completely gel well with the team more than the management. That is your requirement, because he should be able to get things done from your team and get you the results. And what I feel more than anything, two qualities which I would, if I was recruiting a manager for a services firm, there are a couple of expectations from the manager. It depends on his roles and responsibilities also as well. Okay, what is he into client coordination, or is he into team coordination? So as long as it is team coordination, I think he should completely support the team. The team must be able to listen to him. Getting things done from the team should be his forte. And പ്രത്യേകിച്ച് ടീം വളരെ ഒരു നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ടീമാണ്. സാധാരണ ആൾക്കാരാണെങ്കിൽ മാനേജർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കാതെ he should be able to gel well with the team and do that. Two qualities that I mentioned that I would definitely want any manager to have is, one is adaptability. Flexible ആയിരിക്കണം. ഇന്നത്തെ ഒരു സിനാരിയോ അല്ല, ടു ബി റെലവെന്റ് ഇൻ ടുഡേസ് സിനാരിയോ, ആസ് എ മാനേജർ ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ പറ്റില്ല.
രണ്ടാമത്തേത്, he should be somebody who's accountable. Absolute രണ്ട് രീതിയിലും. One, he should be accountable to us and he should develop that accountability in people. Finally, what I would say is a manager's role. He shouldn't be somebody who's sitting in a cubicle and be a manager. He should be somebody who's with the team, working with the team. I'm not asking him to go and do the legwork. He can get things done. He should be smart in a way where people feel that he's involved. If your manager comes and talks to you about the team, for the team, yes, he's okay. But that doesn't mean you go to that extent where they start forming unions and creating havoc in your team. So he should be able to think on both sides and balance is what I think. I think we did some justice to your questions, Priya. Hopefully we answered. Anybody else with any other questions? Where എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇത് യൂട്യൂബിൽ വന്നൊരു ചോദ്യമായിരുന്നു, അതാണ് നമ്മൾ ഉത്തരം പറഞ്ഞത്. ബാക്കി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് ആൻഡ് ഷൂട്ട് യുവർ ക്വസ്റ്റ്യൻസ്. ടൈപ്പ് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ഓർക്ക ചോദിക്കാം. ഇനി ബിഗ് വിൻ പറയാനുണ്ടെങ്കിൽ അത് പറയാം. ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട് കോഴ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാം. സോ ഹൂ ഈസ് നെക്സ്റ്റ്? There are so many of them. Please go ahead and use your opportunity. എന്താണ് നിങ്ങളുടെ ചോദ്യം എന്ന് ചോദിക്കാം. അബ്ദുൽ മജീദ് സർ അൺമ്യൂട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടെന്ന് എനിക്ക് കാണുന്നുണ്ട്. ഗോ അഹെഡ്. ഇല്ലേ? എന്നാലും ഇനിയിപ്പം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. യെസ്, പറയൂ സർ. ഞാന് മുമ്പ് വന്നിരുന്നോ ഒരു സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞിട്ട്, അത് അവരൊന്ന് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ട് ഹോപ്പ്ഫുള്ളി അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു, ഇല്ലേ? കുറച്ച് വലിയ സിസ്റ്റം ആണ്, നമ്മളത് അത്രയ്ക്ക് കണ്ടാണ്ട് എത്തിയിട്ടില്ല. എന്നിരുന്നാലും ഞാൻ നോക്കട്ടെ അവരെ. ഇല്ല, യു ക്യാൻ ആസ്ക് ദം കുറച്ചും കൂടി എങ്ങനെയാണോ നിങ്ങളുടെ റിക്വയർമെന്റ് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി അത് വർക്ക്ഔട്ട് ആയിട്ടില്ലെങ്കിൽ ഡു ലെറ്റ് us know, we will help you out. വേറെ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ അത് അതാണെങ്കിലും പറഞ്ഞാൽ മതി. പക്ഷെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? ക്ലാസ് യൂസ്ഫുൾ ആണോ? എന്തെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്തോ? ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഷോപ്പിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. കസ്റ്റമർ ഫീഡ്ബാക്ക് അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മാറ്റങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്തിരുന്ന ഫീൽഡൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചു. അതിപ്പോ ഞാനാണ് പിന്നെ മാർക്കറ്റിൽ പോയിരുന്നതും ഇവരൊക്കെ നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ ഒരാളെ ഏൽപ്പിച്ചത്, അതായത് പെങ്ങളെ മോൻ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു അക്കൗണ്ടന്റ് പുതിയതായിട്ട് വന്നു. ഷോപ്പിൽ വർക്കും ചെയ്യുന്നുണ്ട്. ആള് കണക്കും കാര്യങ്ങളൊക്കെ അത് നോക്കുന്നുണ്ട്. ഇപ്പൊ നിലവില് ഷോപ്പിന്റെ കണക്കാണ് ഇപ്പൊ നോക്കുന്നത്. നമ്മളിതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, അത് ക്ലിയർ ചെയ്യാനാണ്. ഞാൻ ഓൾറെഡി ഒരു ഹോൾസെയിലും ചെയ്യുന്നുണ്ട്. നമുക്കൊരു വർക്ക്ഷോപ്പും ഉണ്ട്. അപ്പൊ ഇവിടെ പിന്നെ ഇപ്പൊ വർക്കൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പൊ പെങ്ങളെ മോനാണ്. അവന് കൊടുത്തു, പിന്നെ വർക്ക്ഷോപ്പിന്റെ ഉത്തരവാദിത്വം ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ ഞാൻ ഫ്രീ ആണ്. ഞാൻ ഇപ്പൊ എവിടെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇപ്പൊ ഒരു ചോദ്യം. മാർക്കറ്റിംഗിലാണോ, എവിടെയാണ് ഇപ്പോ ഒരു പോയിന്റ്? ഇന്നലത്തെ ക്ലാസ്സിൽ വലിയൊരു പോയിന്റ് കിട്ടിയത്, 16 വർഷമായിട്ട് ഈ ഓഫ് ടൈമിന് നമ്മൾ വെറുതെ ഫോണിൽ അവിടെ ഇവിടെ ഒക്കെ കച്ചവടമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ആ ഒരു സംഗതിക്ക് ഒരു തീരുമാനമായി. തീർച്ചയായിട്ടും അതിപ്പോ നമുക്ക് പബ്ലിസിറ്റി ചെയ്യാനും അതേപോലെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനൊക്കെ ഉള്ള ഒരു ടൈമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കതിപ്പോ ഒരു ഇവിടെ നമ്മളെ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ 4 മാസത്തെ ഒരു ഓഫ് ടൈമാണ്. ഒരു നോമ്പ് സമയം മുതൽ ഇപ്പൊ ഞങ്ങളെ ഈ സമയത്തൊക്കെ ഒരു ഓഫ് ടൈമാ. പിന്നെ ഒരു 8 മാസമാണ് കറക്റ്റ് ഈ ഡീകോർ ഫീൽഡൊക്കെ നന്നായിട്ട് ഓടാം. അപ്പൊ ഇതിലൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഇതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒത്തിരി സന്തോഷം. ഫ്രീ ആയിട്ടൊരു സമയം. കാരണം എന്താ അറിയോ, ഈ ഒരു ബിസിനസ് മാൻ 360 തുടങ്ങിയപ്പം ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്താ, ബിസിനസ് മാൻ 360 നടത്തുന്നോണ്ടുള്ള ഒരു ഉദ്ദേശം, എല്ലാ ഒരു പർപ്പസ് ഉണ്ടല്ലോ. ആ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് സ്മൂത്ത് ഓൺടർപ്രണറിയൽ എക്സ്പീരിയൻസ് ഫോർ യു. നിങ്ങളുടെ ഒരു ഓൺടർപ്രണറിയൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പോകണം. അപ്പൊ അതിന്റെ ആദ്യത്തെ പടി എന്താണെന്ന് വെച്ചാൽ അബ്ദുൽ മജീദ് സാർ ഇങ്ങനെ ഫ്രീ ആയതുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പടി. കാരണം സാധാരണ നമ്മളിങ്ങനെ നൂലാമാലകളുടെ ഇടയില്
ഓടിപ്പടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ അത് ഫ്രീ ആയിട്ടുണ്ട്. ഇനി എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് രാകേഷ് വളരെ കൃത്യമായി പറഞ്ഞുതരും. കാരണം എവിടെയാണ് നിങ്ങളുടെ ഫോക്കസ് ഇനി വേണ്ടത്, ഈ സമയം കയ്യിൽ ധാരാളം ഉള്ളതുകൊണ്ട് രാകേഷ്. ഓഫ് കോഴ്സ് സി ഒരു ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് ലീഡർ ഏറ്റവും കൂടുതൽ സമയം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളെ സെഷനെ കുറിച്ചൊക്കെ അബ്ദുൾ മജീദ് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ബിസിനസ് ഗ്രോത്തിലാണ്. അതായത് ബിസിനസ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ബിസിനസ് ഗ്രോത്തിൽ കറക്റ്റ് KPI വെച്ച് വർക്ക് ചെയ്യണം. അതായത് ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഐഡന്റിഫൈ ചെയ്ത് ആ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ട് ബിസിനസ്സിൽ വർക്ക് ചെയ്യാൻ സാധിക്കണം. ഞാൻ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇപ്പം അബ്ദുൾ മജീദ് സാർ ഏത് കാര്യത്തിലാണ് ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് മജീദ് സാറിന്റെ ഫോക്കസ് വേണ്ടത്. അതായത് ഇനി എനിക്ക് എങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ എടുക്കാൻ വേണ്ടി എന്ത് മാറ്റമാണ് ഞാൻ കൊണ്ടുവരേണ്ടത്, പുതിയ സ്ഥലങ്ങളോ അല്ലെങ്കിൽ പുതിയ സർവീസ് പാരലലായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ പുതിയ സർവീസ് മേഖല ഏതെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇതേ ബിസിനസ് നടത്തുന്ന ആളുകളുണ്ടാവും, പക്ഷെ ഇതിന്റെ കൂടെ തന്നെ വേറെ പല അതായത് പാരലലായിട്ട് റൺ ചെയ്യുന്ന പല സർവീസസും ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുടെ ബിസിനസ് പഠിക്കുകയും അവരെങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും അതായത് ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ കുറച്ചിട്ട് അങ്ങനെ അധികം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊക്കെ കുറച്ച് അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുകയുമാണ് ഈ ഒരു സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഒരു ബിസിനസ് ഓണർ എപ്പോഴും ചിന്തിക്കേണ്ടത് ബിസിനസ് ഡെയിലി ഓപ്പറേഷൻസിൽ നിന്ന് ഇത്രയും സമയം എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ സക്സസ് ആണ് അല്ലെ? അപ്പൊ ആ സക്സസിന്റെ ആ ഒരു സാധനം നമുക്ക് ഫ്രൂട്ട്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ, ആ ഫ്രൂട്ട് നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കുക. ഏത് രീതിയിലാണ് ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റുക, എങ്ങനെ എനിക്ക് കൂടുതൽ സർവീസ് മേഖലയിലേക്ക് കടക്കാൻ പറ്റും, എന്റെ ബിസിനസ് എങ്ങനെ എനിക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും, കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്തിട്ടാണോ, പുതിയ സർവീസസ് ആഡ് ചെയ്തിട്ടാണോ, ഇനി എക്സിസ്റ്റിംഗ് സർവീസസിൽ പുതിയ ആഡ് ഓൺസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ, അങ്ങനെ ഡിസൈഡ് ചെയ്യാനുള്ള സമയമാണ്. അത് ക്ലിയർ ആയിട്ട് എഴുതി വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ലൈൻ വെച്ച് വർക്ക് ചെയ്യുക. ഇതാണ് ഇനി മജീദ് സാർ ചെയ്യേണ്ടതെന്നുള്ളതാണ് എന്റെ റെക്കമെൻഡേഷൻ. വി വാണ്ട് ടു ആഡ് സംതിങ്, യു ക്യാൻ ആഡ് സംതിങ്. ആഡ് ചെയ്യാനായിട്ട് മജീദ് സാറിനോടല്ല, എല്ലാവരോടും കൂടിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനി ബിസിനസ് ഓണർ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഷുഡ് ഫോക്കസ് ഓൺ വൺ തിങ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അല്ലെ? അത് നമ്മുടെ റെഗുലർ ബിസിനസ്സിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്, സ്റ്റാഫിനെ നോക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഏതൊരു ബിസിനസ്സിനും ഏതൊരു സമയത്തും ഒരു ഫോക്കസ് ഉണ്ടാവണം. ഒരു പീരീഡിൽ, ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ഒരു പീരീഡിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിന് ഓരോ പീരീഡിലും ഓരോ ഫോക്കസ് ആണ്. ചില സമയത്ത് നമ്മുടെ ബിസിനസ്സിന്റെ ഫോക്കസ് റവന്യൂ ആണ്. അതായത് ഇപ്പൊ പണമാണ് വേണ്ടത്, കാരണം പണം ഉണ്ടാക്കിയ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കിയാൽ മാത്രമേ ബിസിനസ് മുമ്പോട്ട് പോകുള്ളൂ എന്നുള്ളൊരു സ്റ്റേജ് റവന്യൂ ആണ് ഫോക്കസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് റിസൾട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം? നമ്മുടെ മാർജിൻസ് ഭയങ്കരമായിട്ട് കൂട്ടാനുള്ള ശ്രമത്തിലായിരിക്കണം നമ്മുടെ ടീം ആണെങ്കിൽ, അതായത് ടോപ്പ് ടു ബോട്ടം എൻറ്റയർ ടീം ഷുഡ് വർക്ക്. ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും വൺ ഫോക്കസ് ഗോൾ അറ്റ് വൺ ടൈം. അപ്പൊ ആ ഫോക്കസ് ഗോൾ എന്തായിരിക്കും വെച്ചാൽ, നമുക്ക് ഇപ്പൊ തൽക്കാലം റവന്യൂ ആണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ ഏത് രീതിയിലാണോ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻസ് കൂട്ടാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും ശ്രമിക്കേണ്ടത്. That's one. രണ്ടാമത്തെ എക്സാമ്പിൾസ് മാത്രമാണ് പറയുന്നത്. രണ്ടാമത്തേത് സപ്പോസ് ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് എക്സ്പാൻഷൻ ആണ് നമ്മുടെ ഐഡിയ എങ്കിൽ, അതായത് ഇപ്പോഴത്തെ എന്റെ ഫോക്കസ് ആണ് മാർക്കറ്റിൽ എക്സ്പാൻഡ് ചെയ്യുക, ഭയങ്കരമായിട്ട് മാർക്കറ്റിനെ കവർ ചെയ്യുക. അവിടെ നമ്മളപ്പോ പ്രൈസ് നോക്കരുത്, കാരണം മാർക്കറ്റിലേക്ക് ഇറങ്ങാനും ഒരു ബേസ് ലൈൻ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനോ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ അടുത്ത് നോക്കിയിട്ടില്ലെങ്കിൽ ആമസോൺ പ്രൈം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജിയോ സിനിമാസ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്ക് എന്താ അറിയില്ല, പക്ഷെ കാരണം കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആമസോൺ പ്രൈമിന്റെ പുതിയതായിട്ട് ഈ മാസം, അതായത് കഴിഞ്ഞ മാസം മെയ് 2023 അവരെ തുടങ്ങിയ ഒരു ഫീച്ചറിൽ നമുക്ക് 29 രൂപ കൊടുത്താൽ ഒരു സിനിമ കാണാം. ഫുൾ ആയിട്ട് വാങ്ങണം എന്നില്ല. ആമസോൺ പ്രൈം ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ നിങ്ങൾ വാങ്ങണം എന്ന് യാതൊരു നിർബന്ധമില്ല. ആമസോൺ പ്രൈം ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ത്യക്ക് തുടങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയ പൈസ, ഒരു വർഷം 1000 രൂപയുള്ളൂ. അതേപോലെ തന്നെ ആമസോൺ പ്രൈം ഈ ജിയോ സിനിമാസ് ഒക്കെ വന്നതിന് ശേഷം 29 rupees, 30 rupees, 45 rupees യു ക്യാൻ വാച്ച് എ മൂവി ഓൺ റെന്റ്. യൂട്യൂബ് ഒക്കെ ചെയ്യുന്ന മാതിരി തന്നെ ഓൺ റെന്റ് സിസ്റ്റം ആമസോൺ പ്രൈം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം? സിമ്പിൾ ഉദ്ദേശം, ആമസോൺ പ്രൈം ഇസ് ലുക്കിംഗ് ഫോർ എ മാർക്കറ്റ് എക്സ്പാൻഷൻ ഇൻ ഇന്ത്യ.
അപ്പൊ ഏതൊരു പോയിന്റിലും മാർക്കറ്റ് എക്സ്പാൻഷൻ ആണോ നമ്മുടെ ഉദ്ദേശമെങ്കിൽ വി ആർ ലുക്കിംഗ് അറ്റ് പ്രൈസിങ് അല്ല അവിടെ പ്രശ്നം. അവിടെ പ്രശ്നം നമ്മൾ മാക്സിമം ആൾക്കാരെ എത്താനുള്ള ഒരു സാധനമാണ്. ഇനി അങ്ങനെയല്ല, നമുക്ക് ക്വാളിറ്റി ആണ് ഫോക്കസ് എന്ന് വിചാരിക്കുക. നമ്മൾ സർവീസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് വൺ ടൈം ഫോക്കസ് ഇൻ ദി കമ്പനി. അങ്ങനെ ഒരു വൺ ടൈം ഫോക്കസ് ഗോൾ ഉണ്ടെങ്കിൽ ദെൻ ഫോക്കസ് ഓൺ യുവർ പ്രോഡക്റ്റ്, ഫോക്കസ് ഓൺ യുവർ സർവീസ്, ഫർഗെറ്റ് അബൌട്ട് എനിത്തിങ് എൽസ്. അവിടെ വാല്യൂ കൂട്ടിയാലും കുഴപ്പമില്ല. ഐഡിയ ഇസ് ടു ഫോക്കസ്. ഇനി അങ്ങനെയല്ല, ബ്രാൻഡിംഗിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ അങ്ങനെ. അപ്പൊ അതായത് ഓരോ പോയിന്റ് ഓഫ് ടൈമിൽ കീപ് വൺ തിങ് ആസ് യുവർ ഫോക്കസ്, ഗ്രോ ദാറ്റ് ആൻഡ് ദെൻ ഗോ നെക്സ്റ്റ് സ്റ്റെപ്പ്. എല്ലാം കൂടി ഒരുമിച്ച് പിടിക്കണം എന്ന് വിചാരിച്ചാൽ ദാറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട്. ഹാവ് എ ഫോക്കസ് ഗോൾ. അടുത്ത 3 മാസം എന്റെ ഫോക്കസ് ഗോൾ മാർക്കറ്റിലേക്കാണ്. അടുത്ത 3 മാസം 6 മാസം, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഏത് പീരീഡിലാണോ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ that is more important. And this is not just to Abdul Majid, but the entire business leaders who have joined us here today and on live, that having one focus goal at an instant of time is very important for your business. So think, what is your focus goal right now, right away? Over to you, Rakesh. So anybody, any other questions? Where chodyangal undengil pettanne chat box, I think there is a question. Yes, in the there is one question. Right? Thank you, Abdul Majid sir, and have a great Sunday. Okay, sir. Thank you. Hello sir, I am a beginner. I need to start modern tea outlet. I would like to keep it franchise model, to bit confused to find staff and make system. Okay, great. First thing is Dhyan. Yes. First thing is Dhyan, have you started the business? Dhyan Udando, are you here? If Dhyan is here, please, I request you to please switch on your video and come on spotlight. Dhyan, are you here? Yes. You can unmute ചെയ്യാവുന്നതാണ്. So a similar experience we had. One of our participant, നമ്മുടെ ബിസിനസ്മാൻ 360 വന്നൊരു participant. Yes. Sir, Vaidin here. Yes. Dr. Naufal here actually. Sorry. Rename ചെയ്തിരാം. പേര് rename ചെയ്തിരാം. I'm Naufal here. Okay, Naufal. Yes, പറയൂ Naufal. Naufal, എന്ത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതോ ആർ യു യെറ്റ് ടു സ്റ്റാർട്ട്? ഇല്ല, എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ വർക്ക് ഇപ്പൊ റൈറ്റ് നൗ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. സോ എന്താ പറയാ, എനിക്കൊന്ന് ആ ഒരു ഒരു ഫ്രാഞ്ചൈസി മോഡലിലേക്ക് എനിക്കതിനെ കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ ബട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് കുറച്ച്. എങ്ങനെ എംപ്ലോയീസിനെ ക്യാച്ച് ചെയ്യണം എന്നുള്ളതും പിന്നെ എങ്ങനെ എനിക്ക് ആ സിസ്റ്റം പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ്. കാരണം ഞാനിപ്പോ റൈറ്റ് നൗ ഞാൻ പത്തനംതിട്ട നിന്നാണ്, ബട്ട് റൈറ്റ് നൗ ഞാൻ മധുരയിലാണ് ഉള്ളത്. ഞാൻ ഒരു 1.5 year ആയിട്ട് മധുരയിലാണ് ഉള്ളത്. സോ മധുരയിൽ ഞാൻ മാർക്കറ്റ് അനലൈസ് ചെയ്തപ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റ് ആക്ച്വലി ഇവിടെ റൺ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ചലഞ്ചീസ് കേരളത്തിലല്ല, മധുരയിലാണ് തുടങ്ങാൻ ഉള്ള പ്ലാൻ ഇരിക്കുന്നത്. സോ അതാണ് ഒരു ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി. കാരണം വേറെ സ്ഥലമാണ്, ഔട്ട്സൈഡർ ആണ്. സോ അത് എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണുള്ളത്. ഗ്രേറ്റ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം നൗഫൽ, നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി വെൻ യു ആർ സ്റ്റാർട്ടിങ് സംതിങ് ഔട്ട്സൈഡ് കേരള ആണെങ്കിലും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നൊരു കാര്യം, ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ അതോ എനിക്ക് തോന്നുന്നതാണോ? Yeah, it's all clear. Okay, thank you. ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നൗഫൽ, നമ്മൾ സ്വാഭാവികമായിട്ട് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പറഞ്ഞ SWOT അനാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരിക. അപ്പൊ മൂവിങ് ഫോർവേഡ് ബിസിനസ്മാൻ 360 സെഷൻ, പല സെഷൻസ് എനിക്ക് തോന്നുന്നു ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ. 2 സെഷൻസ് അല്ലേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ നൗഫൽ? അപ്പൊ ഇനി മുന്നോട്ട് സോറി യു ആർ ഓൺ മ്യൂട്ട് ആണ് നൗഫൽ, സോറി. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, ഹലോ. ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ മുമ്പ് പറഞ്ഞത്? അതൊക്കെ കേട്ടു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ രണ്ടാമത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്ത് 2 സെഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ ആസ് ഓഫ് നൗ. നമ്മള് ലാസ്റ്റ് ഫസ്റ്റ് ഡേ 1, ദെൻ ഇന്നത്തെ ലൈവ് ഇതാണ്. ഓക്കെ, ഗ്രേറ്റ്. അതിന്റെ ഇടയിൽ ഡേ 2 ഇനി ഡേ 2 വരും. യു ക്യാൻ ലുക്ക് ഫോർവേഡ് ഇൻ ദ ആപ്പിൽ. അതെ. അപ്പൊ അതൊക്കെ കുറച്ചുകൂടി സെഷൻസ് കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എൻ ഐഡിയ. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ടേക്കിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങൾ റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ റിസർച്ച് ചെയ്തിട്ട് ഹാവ് യു ക്രിയേറ്റഡ് എ ഡോക്യുമെന്റ്, ആ ഒരു പ്രൊജക്ട് ഡോക്യുമെന്റ് പോലെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇമ്പോർട്ടന്റ്. അത് ചെയ്തിട്ടുണ്ടോ ഓൾറെഡി?
ആ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡോക്യുമെന്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഡോക്യുമെന്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വലിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലല്ല. അതായത് ക്വസ്റ്റ്യൻസ് യു ഹാവ് മെനി ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ അതായത് സ്റ്റാഫിന് എവിടുന്ന് കിട്ടും, ആ സ്റ്റാഫിന് എവിടുന്ന് കിട്ടും എന്നുള്ളത് ആ ഇൻഡസ്ട്രിയിൽ ഉള്ള ആളുകളുമായി സംസാരിച്ച് അതിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തണം. ഈ രീതിയിൽ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൽ ഏറ്റവും വേറെ ഇതിന്റെ പാരലി നടക്കേണ്ട ഒരു കാര്യം, എനിവേ യു ഹാവ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് യു ഹാവ് ടു സ്റ്റാർട്ട് ഫൈൻഡിങ് എ നെയിം, യു ഹാവ് ടു സ്റ്റാർട്ട് ദി ബേസിക് ബ്രാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടി നിൽക്കുക. കാരണം ഇതും പരസ്പരം ഒരു പ്രഷർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യണം. അതായത് ഈ സാധനം നമ്മുടെ ഈ ഒരു റിസർച്ച് നടക്കുന്നതിന്റെ പാരലലി ബ്രാൻഡിങ് നടക്കണം. ഒരു ടൈം ലൈൻ വെച്ച് ഈ ഒരു ദിവസം എനിക്കൊരു ഓൺലൈൻ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ സാധിക്കുക, ഈ ഒരു ദിവസം എൻ്റെ ഒരു ഓൺലൈൻ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഒരു നമ്മൾ പ്രൊമോ ചെയ്യുമല്ലോ, അതായത് ഒരു ലോഞ്ചിങ് സൂൺ, ലോഞ്ച് പ്രൊമോ, ലോഞ്ച് ക്യാമ്പയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന ദിവസങ്ങളിലുള്ളിൽ ചെയ്യാൻ സാധിക്കുമെന്ന കൃത്യമായിട്ടുള്ള ഡെഡ് ലൈൻ വെച്ച് വർക്ക് ചെയ്യുക. നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ പേപ്പർ ചെയ്യാതെ, അതായത് നമ്മളുടെ ചിന്തകൾ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാതെ നമ്മൾ ചിന്തയിൽ മാത്രമാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നതെങ്കിൽ 100% ഷുവർ ഞാൻ പറയാം, ആ ചിന്തയിൽ നിന്ന് അത് പുറത്തേക്ക് വരാൻ ഒരുപാട് സമയമെടുക്കും. കാരണം നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ചാലഞ്ചുകൾ മാത്രമാണ്. വെൻ യു റൈറ്റ് ഇറ്റ് ഡൗൺ, ഒരു ചാലഞ്ച് ഉണ്ടെങ്കിൽ അതിന് ഇന്നൊരു സൊല്യൂഷൻ ഉണ്ട്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് റൈറ്റ് യു ക്രിയേറ്റ് എ ഡോക്യുമെന്റ് ആൻഡ് പാരലി യു ഗോ ഫോർവേഡ് ക്രിയേറ്റിംഗ് എ ലോഗോ, ഗോ ഫോർവേഡ് ക്രിയേറ്റിംഗ് എ വെബ്സൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പേരൊക്കെ ഇട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ യു വിൽ ഫൈൻഡ് ഹാപ്പി. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്കൊരു റിസൾട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, റിസൾട്ടിനെ കൊണ്ടുണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ. അപ്പൊ ഇവിടെ എങ്ങനെ നടക്കുന്നുണ്ട് എന്നൊരു മോട്ടിവേഷൻ കൊണ്ട് ദിസ് വിൽ ഓൾസോ പാരലി വർക്ക് ഔട്ട് ആൻഡ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡെഡ് ലൈൻ വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇത് ഞാനിപ്പോ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ യു ഹാവ് സ്റ്റാർട്ടഡ് ഇറ്റ്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് വിൽ ഹാവ് എ ഡിസ്കഷൻ ലേറ്റർ. ആൻഡ് ഓഫ് കോഴ്സ് ബിസിനസ് മാൻ 360 ഇനി വരാൻ പോകുന്ന പെൻഡിങ് സെഷൻസും വരാൻ പോകുന്ന സെഷൻസും ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നൗഫൽ വിൽ ഹാവ് എ ബെറ്റർ ഐഡിയ ഓൺ ഹൗ ടു മൂവ് ഫോർവേഡ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക, ലൈവ് സെഷൻസിൽ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക, റെക്കോർഡഡ് സെഷൻസും അതുപോലെ തന്നെ ഒട്ടും മിസ് ചെയ്യാതെ, ഒന്നുപോലും മിസ് ചെയ്യാതെ യു ഹാവ് ടു വാച്ച് ആൻഡ് ഓൾസോ നമ്മൾ വർക്ക്ഷീറ്റ്സും ടെംപ്ലേറ്റ്സും വ്യക്തമായിട്ട് അത് ഫില്ല് ചെയ്യുക. യു വിൽ ഹാവ് എ ക്ലിയർ, നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് തന്നെ അതിനൊരു ക്ലാരിറ്റി വരും. യു ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് വെൻ ടു സ്റ്റാർട്ട്, ഹൗ ടു സ്റ്റാർട്ട്, വാട്ട് ടു എക്സ്പെക്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് യു വിൽ ഹാവ് എൻ ഐഡിയ. ഓക്കെ, I think we are good to go. Thank you so much, Naufal, for asking this question. Any franchisee model before you start must have a system. That system needs to be repeated. Repeat ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു റിപ്പീറ്റ് ചെയ്ത് സിസ്റ്റം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തുടക്കത്തിൽ right from the scratch. So do listen to our day 3 and day 4. Day 4 live on, day 3 is recorded. So do listen to us, and I'll see you around a little later in the session. So let me welcome our coach Abin to the session. Abin, hi. Yes. All right. So before we ask, you're waiting for the question answers. Apam ekadesham innathe oru samayam kazhiyaraayittundu, but still we are open for questions. Where ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ട്, Abin join ചെയ്തിട്ടുണ്ട്. Anything which is specific to his industry ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അങ്ങനെയല്ല എന്താ പറയുക, വേറെ എന്തെങ്കിലും ജനറിക് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ go ahead and shoot your question, because this is and for those who are listening to us on YouTube, you can always put your questions on the chat box. We have people watching us on YouTube as well, so please post your questions on the chat box and we are happy to answer you, address you. So thank you so much. വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനോ സംശയങ്ങൾ ചോദിക്കാനോ കോഴ്സിനെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കാനോ go ahead and ask your questions. ആരുമില്ലെങ്കിൽ we will have to call it a day. എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ? Abin, do you want to address them on something? Yes. Good morning everyone. എല്ലാവരും ബിസിനസ് മാൻ 360 ക്ലാസ്സുകളൊക്കെ കേട്ട് ഓരോന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഐ എം സോ ഹാപ്പി. ഇന്ന് ഒരുപാട് പേരുണ്ട്, 30 പേരിലധികം ആളുകളെ കണ്ടു. സോ എല്ലാവരും ഈ സൺഡേ ലൈവ് സെഷൻ മിസ്സാക്കാതിരിക്കുക. കാരണം കൂടുതൽ വാല്യൂസ് കിട്ടാനും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സ് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാന്ന് നമ്മൾ പറയും. കാരണം എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് വരിക, അത് ചോദിക്കുക. കോച്ചസ് ആയിട്ടുള്ള എൻ്റെ അടുത്തും സന്ധ്യ മാഡത്തിന്റെ അടുത്തും രാകേഷ് സാറിന്റെ അടുത്തും ഇതിനെപ്പറ്റി കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചത് ഇംപ്ലിമെന്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ബിസിനസ്സിൽ ഞാൻ കഴിഞ്ഞൊരു വെബിനാറിൽ കുറെ ആളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊതുവെ നമുക്കൊരു വിൻ 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 അപ്രോച്ച് ഉണ്ടാവണമെന്ന് പറയാറുണ്ട്. പൊതുവെ നമ്മൾ പറയും വിൻ വിൻ അപ്രോച്ച് ആണ് വേണ്ടതെന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ വിൻ 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 അപ്രോച്ച് എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോകണമെന്ന് പറയും. ഒന്നാമത് നമ്മുടെ കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കും.
ഡെഫിനറ്റ്ലി അവർ കസ്റ്റമേഴ്സ് ഷുഡ് ബി ഹാപ്പി. നമ്മൾ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ ആ പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അനുസരിച്ചുള്ള വാല്യൂ അല്ല, അതിനേക്കാൾ കൂടുതൽ വാല്യൂസ് കൊടുക്കണം എന്നാണ് പറയാം. ഒരു 3000 റുപ്പീസിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു സർവീസ് ആണ് നിങ്ങൾ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5000 റുപ്പീസിനുള്ള വാല്യൂ എങ്കിലും നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് ഹാപ്പി ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ കസ്റ്റമേഴ്സ് വിൻ ചെയ്യുള്ളൂ. രണ്ടാമത്തെ നമ്മൾ ടീം മെമ്പേഴ്സ്, അത് നിങ്ങൾ എംപ്ലോയീസ് ആയിക്കോട്ടെ, ലൈക്ക് നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫ്, അഡ്മിൻ സ്റ്റാഫ്, നിങ്ങളുടെ ടീമിലുള്ള ആളുകൾക്ക് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് വരുന്നുണ്ടോ? അതേപോലെ തന്നെ നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടോ? അവർക്ക് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടോ? അത് നിങ്ങൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എങ്കിലേ ആ ടീമിലുള്ള മെമ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെലിഗേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. ആൻഡ് ദ ഫൈനൽ വിൻ ഇസ് ഓൾ അബൌട്ട് ആർ സെൽഫ്. ലൈക്ക് നമ്മൾ ഇതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ, നമ്മളെ ബ്രാൻഡ് വലുതായിട്ടുണ്ടോ, ബ്രാൻഡ് ഗ്രോത്ത് വന്നിട്ടോ, ഫിനാൻഷ്യൽ ഗ്രോത്ത് വന്നിട്ടോ, എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു ഫ്രീഡം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വിൻ 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 അപ്രോച്ച് ഇൻ ബിസിനസ് ഇൻഡസ്ട്രി. സോ ആ രീതിയിലേക്കുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. വിൻ വിൻ എന്നുള്ളത് മാത്രമല്ലാതെ നമ്മൾ ടീം മെമ്പേഴ്സിനും നമ്മൾ ഡെവലപ്പ് ചെയ്യാനും അവരുള്ളിൽ ഒരു ലീഡർഷിപ്പ് സ്കില്ല് കൊണ്ടുവരാനും അവർക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്തും കരിയർ ഗ്രോത്തും കൊണ്ടുവരാനും നിങ്ങൾ എല്ലാവരും ശ്രമിക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ദിസ് ഈസ് ആക്ച്വലി Q&A സെഷൻ. ഇൻഫോർമേഷൻ ഞാൻ എന്തായാലും തുടങ്ങിയതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും തരണ്ടേന്ന് വിചാരിച്ച് സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ യൂസ് യുവർ ചാറ്റ് ബോക്സ്. എന്തെങ്കിലും സംശയങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് എ വെരി എന്താ പറയാ ക്ലോസ് സർക്കിൾ, സോ എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഡൺ. ചാറ്റ് ബോക്സ്, യെസ്, സംബഡി ഈസ് അൺമ്യൂട്ടഡ്. ഇല്ലേ, തെറ്റിപ്പോയതാണോ? സോ ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, ലൈക്ക് നെക്സ്റ്റ് വീക്കിലൊക്കെ വരുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു ഡൗട്ടെങ്കിലും ചോദിക്കണം എന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നെക്സ്റ്റ് സൺഡേ ഒക്കെ വരുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മീറ്റിംഗ് വരുന്നതിനേക്കാൾ മുമ്പ് ഇന്ന ചോദ്യം നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ഉത്തരം കിട്ടിയാൽ നല്ലതായിരുന്നു എന്നെന്തെങ്കിലും എഴുതി വെച്ചിട്ട് വരാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരാള് ഒരു തവണയെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് നമ്മൾ അഡ്രസ് ചെയ്യാം. ഓക്കെ, കാരണം അൺമ്യൂട്ട് ചെയ്തതാണോ? അതെ അതെ. ഹലോ, Yes. സോബിൻ പറഞ്ഞു. Go ahead, let me 1 second. Okay. Go ahead. സോബിൻ പറഞ്ഞോളൂ. ട്രേഡ് മാർക്ക് എടുക്കുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു. സന്ധ്യ മാഡം, ട്രേഡ് മാർക്ക്. ഓക്കെ, ട്രേഡ് മാർക്കിനെ കുറിച്ച് എന്തായിരുന്നു സോബിന്റെ ബിസിനസ്? എന്തായിരുന്നു? അതൊരു ഡെന്റൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റാണ്. ഡെന്റൽ, അതായത് നമ്മുടെ പല്ലുകളൊക്കെ ഉണ്ടാക്കുന്ന. അപ്പൊ അതിന്റെ ഡെന്റൽ സർജിക്കൽ സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. ട്രേഡ് മാർക്ക് എന്തിനാണ് ട്രേഡ് മാർക്ക് ചെയ്യേണ്ട? ലോഗോവോ അല്ലെ കമ്പനിയോ പേരോ? എന്താ ട്രേഡ് മാർക്ക്? പേര് ട്രേഡ് മാർക്ക് ചെയ്യാനാണ്. പേര് ട്രേഡ് മാർക്ക് ചെയ്യാനാണ്. എന്താണ് അതിന്റെ പ്രോസസ് എന്താണാണോ ചോദിക്കുന്നത്, അതോ അത് ചെയ്യുന്ന നന്നാവുമോ എന്നാണോ? അതെ, അത് എടുക്കുന്നതിനെ കുറിച്ച് നന്നാവും. ഞാൻ ജസ്റ്റ് ഒരു ഡൊമൈൻ ഒക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി ആ പേര് അത് തന്നെ മതിയോ അതോ അങ്ങനെയുള്ള ചെറിയ സംശയത്തിലാണ്. ട്രേഡ് മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താ അറിയോ, ഇപ്പൊ പ്രത്യേകിച്ചും നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു ഫീൽഡാണ്. പക്ഷെ ഡെന്റൽ മാനുഫാക്ചറിങ് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു ഫീൽഡ് ആണെന്ന് തോന്നുന്നു ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ട്രേഡ് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓർഗനൈസേഷൻ അത് ട്രേഡ് മാർക്ക് ചെയ്ത് തരുന്ന ഏജൻസീസ് ഉണ്ട് വളരെ കൃത്യമായിട്ട്. അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്, സമയം പിടിക്കും ട്രേഡ് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. കാരണം അതുകൊണ്ട് തന്നെ നിങ്ങളത് അപ്ലൈ ചെയ്തിടുന്ന ഒരു ഏജൻസിയെ കണ്ടുപിടിച്ചിട്ട്, നന്നായി ചെയ്യുന്ന ഒരു ഏജൻസിയെ കണ്ടുപിടിച്ചിട്ട് അത് അപ്ലൈ ചെയ്തിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഭാവിയില് ഇനി കോമ്പറ്റീഷൻ വളർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഒന്നുമല്ല പാർട്ട്ണർഷിപ്പ് ഉണ്ടോ ഈ ഒരു ഇതിന്? ഇല്ല, ഒറ്റയ്ക്കാണ്. അല്ല, ഇനിയിപ്പോ വേറെ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ എംപ്ലോയീസോ അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പേഴ്സ് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇതേ പേര് ഉപയോഗിച്ച് ഇതേ എക്സ്പെർട്ടീസ് ഉപയോഗിച്ച് ചെയ്യുന്ന റിസ്ക് എപ്പോഴും മാർക്കറ്റിൽ ആ ഒരു റിസ്ക് എപ്പോഴും പ്രെവലന്റ് ആണ്. അൺലെസ് ആൻഡ് അൺടിൽ യു ആർ ഡൂയിങ് സംതിങ് ഓൺ യുവർ ഓൺ സെൽഫ് എക്സ്പെർട്ടീസ്, സ്വന്തമായിട്ടുള്ള ഒരു എക്സ്പെർട്ടീസിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങളുടെ അത്രയും നന്നായിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇതൊരു പ്രോഡക്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു കോമ്പറ്റീഷൻ സ്വാഭാവികമായിട്ടും പോസിബിൾ ആണ്. സോ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ആൻഡ് ഓൾവേസ് ഡു ഇറ്റ് ഇൻ ഓർഗനൈസേഷൻസ് നെയിം. 2 ഓപ്ഷൻസ് ഉണ്ട്. സംഭവിക്കുന്നത് എന്താ വെച്ചാൽ തുടക്കക്കാർക്ക് നമ്മള് പേഴ്സണൽ പേരിൽ ട്രേഡ് മാർക്ക് എടുത്താൽ, അതായത് സോബിൻ തോമസിന് പാർട്ട്നേഴ്സ് ഇല്ല,
അതുകൊണ്ട് സ്വന്തം പേരിൽ എടുത്താൽ എന്താ പറയുക, ഒരു 5,000 രൂപ കുറയും. അതായത് 10,000 rupees ആണ് ട്രേഡ് മാർക്കിന്റെ ഫീസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ആൻഡ് 15,000 rupees ആണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് വർഷം എനിക്കൊന്ന് ഇയർ ബാക്ക് ഓർ സോ ഇതായിരുന്നു പ്രൈസ്. വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. 15,000 ആണ് ഓർഗനൈസേഷന്റെ. എപ്പോഴും ട്രേഡ് മാർക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പി റൈറ്റ്സ് എടുക്കുന്നത്, ട്രേഡ് മാർക്ക് എടുക്കുന്ന ഓർഗനൈസേഷന്റെ പേരിൽ എടുക്കുന്നത് നന്നാവും ഭാവിയില്. ഓക്കെ, സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എന്തുകൊണ്ടും അത് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം തന്നെയാണ്, ടു അവോയ്ഡ് ഓൾ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഇൻ ഫ്യൂച്ചർ ഇഫ് ഇറ്റ് ഓൾ. ഇതൊരു റിസ്ക് ഒഴിവാക്കാനുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സോബിൻ. വിഷ്ണുവിന്റെ ചോദ്യം എവിടെ ഉണ്ട്? സർ, ഞാൻ ഇന്ന് ഒട്ടും പ്രിപ്പയർഡ് അല്ല, നെക്സ്റ്റ് ടൈം തീർച്ചയായും ചോദിക്കാം. ആബ്സല്യൂട്ട്ലി ഫൈൻ വിഷ്ണു, നോ പ്രോബ്ലം. ബിഗിനർ ആണ്, നിങ്ങൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ടിപ്സ് ഒക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഒക്കെ യൂസ്ഫുൾ ആകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. സോ ഡു നോട്ട് ഫർഗെറ്റ്. നേരത്തെ സോബിൻ ചോദിച്ച മാതിരി കോമ്പറ്റീഷന്റെ കാര്യം വന്നപ്പം, കോമ്പറ്റീഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളിപ്പം പലവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, വലിയ വലിയ പ്ലെയേഴ്സ്. അതായത് ഞാൻ എപ്പോഴും കേട്ട ഒരു കാര്യമാണ്, ചെറുകിട നമ്മള് ബിസിനസ് ഒക്കെ ചെയ്യുമ്പം ഇതിനൊക്കെ വലിയ പ്ലെയേഴ്സ് ഉണ്ട്. റിലയൻസ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ബിഗ് ബസാർ പോലത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ പ്ലെയേഴ്സ് ഉള്ളപ്പോ നമ്മളെ പേര് ആൾക്കാരെ ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല എന്ന്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു ഫാക്ടറിന് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്, ദാറ്റ് ഈസ് യുവർ നെറ്റ്വർക്കിംഗ്. കാരണം നെറ്റ്വർക്കിന് കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ പ്രൊഫഷൻസിലുള്ള ആൾക്കാർ ഒരു അസോസിയേഷൻ ആയിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഇതിനു മുമ്പേ നമുക്ക് വന്നിരുന്നു, ഇങ്ങനത്തെ അസോസിയേഷൻസിലൊക്കെ പങ്കുകൊള്ളുന്നത് നല്ലതാണോ അല്ലയോ? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി എ പാർട്ട് ഓഫ് എൻ അസോസിയേഷൻ. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന വലിയ വലിയ പ്ലെയേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സൊമാറ്റോ, സ്വിഗ്ഗി, ഡെലിവറി പ്ലെയേഴ്സ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി വന്ന പ്ലെയേഴ്സ് ആണ് ഊബർ, സൊമാറ്റോ, സ്വിഗ്ഗി. ഇവരൊക്കെ ഗംഭീരമായിട്ട് ഓൺലൈനായിട്ട് കാര്യങ്ങളൊക്കെ എത്തിക്കുമ്പം അവിടെ നമ്മുടെ ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്ന, ഇതിനു മുമ്പേ കോവിഡിന് മുമ്പേ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്ന കുറച്ച് ചെറിയ ബിസിനസ് ചെയ്ത് കുടുംബശ്രീ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മറ്റത്തുള്ള ഒരു ചെറിയൊരു കടകൾ, അവരൊക്കെ എന്തായി പോയി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ബട്ട് ഐ ടെൽ യു സംതിങ്, there is something called as open network for digital commerce. തീർച്ചയായിട്ടും ഇവിടെ പലർക്കും അത് യൂസ്ഫുൾ ആവാൻ ചാൻസസ് ഉണ്ട്. ഐ ഷെയർ മൈ സ്ക്രീൻ ആൻഡ് ഷോ യു ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ്. ഇത് നമ്മുടെ എന്തായാലും പറയാം, ചെറിയ ചെറിയ ബിസിനസ് ഓണേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഓൺലൈൻ ആയിട്ട് സ്വന്തം ബിസിനസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറിയ ഒരു ഹോം മേക്കർ ഇൻ ഡൽഹി, കുടുംബശ്രീ കേരള, ND ജ്യോതി, സെയിൽസ് കീർത്തി, ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് തുടങ്ങിയത്. ഇത് ഇന്ന് നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇറ്റ് ഹാസ് ബിക്കം കോമ്പറ്റീറ്റർ ഫോർ സൊമാറ്റോ ആൻഡ് സ്വിഗ്ഗി. വലിയ വലിയ പ്ലെയേഴ്സിനെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ, കാരണം ഈ അടുത്ത് അവർ കൊണ്ടുവന്ന ഒരു സ്കീമാണ് സൂപ്പർ സേവർ സൺഡേ, ഗിവിംഗ് ഭയങ്കരമായ ഡിസ്കൗണ്ട്സും വലിയ രീതിയിൽ കൺസ്യൂമേഴ്സിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. So all I'm coming to say is when you start working on a business, അതായത് ഒരു ചെറിയ ലെവലിലെ ബിസിനസ് ആണ്, വലിയ വലിയ പ്ലെയേഴ്സ് ഒക്കെ മാർക്കറ്റിൽ ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട. ബിക്കോസ് നെറ്റ്വർക്കിംഗ് ഹാസ് എ ലോട്ട് ഓഫ് സ്ട്രെങ്ത്. ഭയങ്കര സ്ട്രെങ്ത് ആണ് നെറ്റ്വർക്കിംഗ്. നിങ്ങളുടെ ചുറ്റുമുള്ള ബിസിനസ് ഓണേഴ്സോ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സംഘടന, ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഡു ഗോ ഹെഡ് ആൻഡ് നെറ്റ്വർക്ക്. കാരണം ആ നെറ്റ്വർക്കിലേക്ക് കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ബിസിനസ്സും നിങ്ങൾക്ക് കിട്ടുന്ന സ്ട്രെങ്തും ആ ഒരു വിസിബിലിറ്റിയും വേറെ ഒന്നിനും കിട്ടില്ല. അപ്പൊ ഡെഫിനറ്റ്ലി ഗോ ഹെഡ്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് ഇന്ന് ഇതൊരു ചെറിയൊരു സിസ്റ്റം ആയിട്ട് തുടങ്ങിയതാണ് ഒരാള്, പക്ഷെ അതിപ്പോ ഇന്ന് ഭയങ്കരമായിട്ട് വിപുലീകരിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് പല ബിസിനസ് ഓണേഴ്സിനെയും ഇതിനെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ്. അപ്പൊ അങ്ങനെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലും സംഘടനയുണ്ട്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് തീർച്ചയായിട്ടും നെറ്റ്വർക്ക് ചെയ്യുക. നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും മിസ് ചെയ്യാണ്ടിരിക്കുക, കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുക. സോ ദാറ്റ് ഈസ് വൺ ടിപ്പ് ഫോർ ദ ഡേ. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ടൈം ഫോർ us to wind up and we will see you in next Sunday. Any questions? One last call for any questions who any questions that Hello. Thank you. So yes, please go ahead. Ara, one minute. Yes, good morning, ma'am.
Jishnu, I think Jishnu. Jishnu, right? yes. Jishnu, go ahead. ചോദിച്ചോളൂ. യെസ് സർ, എനിക്ക് എവിൻ സാറിന്റെ അടുത്തായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത്. Abin, എന്റെ പേര് ജിഷ്ണു എന്നാണ്. question for you. ഞാൻ ഒരു പേഴ്സണൽ ട്രെയിനറാണ്. അപ്പോ ഞാനൊരു ജിമ്മിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഫ്ലോർ മാനേജർ ആയിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ താഴെ ഓൾറെഡി 10 ട്രെയിനേഴ്സ് ഉണ്ട് ഫ്ലോർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ ഇപ്പോ സാർ പറഞ്ഞ പോലെ നമ്മുടെ ക്ലയന്റിന് വാല്യൂ ഫോർ ദ മണി കിട്ടണമല്ലോ. എന്ന് വെച്ചാൽ അവർ 3000 രൂപ തരുന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ സർവീസ് നമ്മൾ കൊടുക്കണം. അപ്പോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ സ്റ്റാഫിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പ്രഷർ ചെയ്യേണ്ടി വരും. ടൈമിംഗ് ആയാലും കുറെ അവരുടെ ആറ്റിറ്റ്യൂഡ് ആയാലും. അപ്പോ നമ്മൾ ഈ പറയുന്നത് അവർക്കൊരു ഈഗോ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ 1-2 കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കും വിഷമം വരും, അവർക്കും വിഷമം വരും. അപ്പോ അത് കുറച്ചും കൂടി എങ്ങനെ ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു. ക്ലിയർ. ഓക്കെ, ജിഷ്ണു എവിടുത്തെ ജിമ്മിലാണ് വർക്ക്? ജിഷ്ണുടെ പുറത്താണോ നാട്ടിലാണോ? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരില് ഡേ ഡോം എന്ന് പറഞ്ഞ ഒരു ജിമ്മിലാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ ജിഷ്ണു, ഞാൻ ഈ ഫിറ്റ്നസ് സെന്ററിന്റെ അല്ലെ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പൊ പൊതുവെ ഏതൊരു ജിമ്മിലെ ഫ്ലോർ മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ചാണ്. ഒന്നാമത്തത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ജിഷ്ണുവിന്റെ കൂടെ നിൽക്കുന്ന ഇപ്പൊ ഈ ജിമ്മിന്റെ ഉള്ളിലുള്ള സ്റ്റാഫ് തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു റിലേഷൻ ആയിരിക്കും, ഫ്രണ്ട്ലി ആയിരിക്കും, പലപ്പോഴും ഓവർ ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പൊ ജിഷ്ണു എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവരായിട്ട് ഓവർ ഫ്രണ്ട്ലി ആവാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവരുടെ കൂടെ ഒരുമിച്ച് ചായ കുടിക്കാൻ പോവാതിരിക്കുക, ഇവരുടെ കൂടെ ഒരുമിച്ച് മൊബൈൽ നോക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തമാശകൾ പറയാതിരിക്കുക. കാരണം അങ്ങനെ ഓൾറെഡി പറയുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ഇവരുടെ അടുത്ത് പറയാൻ പ്രയാസം ഉണ്ടായിരിക്കും. ഇനിയിപ്പോ ഇൻ കേസ് ജിഷ്ണു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ഫസ്റ്റ് തന്നെ ഒരു ഫ്ലോർ മാനേജർ എന്നുള്ള ഒരു പദവി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, യു ഷുഡ് ബി ഫ്രണ്ട്ലി. ഓക്കെ, അവരോട് ഫ്രണ്ട്ലി ആയിരിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് അവരോട് അഗ്രസീവ് ആവണമെന്നല്ല, പക്ഷെ ഓവർ ഫ്രണ്ട്ലി ആവാൻ നിൽക്കരുത് ഒരു കാരണവശാലും. ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ചെറിയ കാര്യങ്ങൾ അവരുടെ കൂടെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ വല്ലാതെ ഇൻവോൾവ് ആയിരുന്ന് നിങ്ങളുടെ ആ ഒരു വാല്യൂ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ടീം മീറ്റിംഗ്സ് ഒക്കെ വെക്കാൻ ശ്രമിക്കാം. വീക്ക്ലി മീറ്റിംഗ് നിർബന്ധമായിട്ടും ജിഷ്ണു വെച്ചിരിക്കണം. ആ വീക്ക്ലി മീറ്റിംഗിൽ നോർമലി നമ്മൾ പറയാറുണ്ട് ഡെയിലി മീറ്റിംഗ് രാവിലെ ഒരു സ്പെസിഫിക് ടൈമിൽ വരാൻ പറയാം. ഒരു സിസ്റ്റം ഓൾറെഡി അങ്ങനെ സിസ്റ്റം ജിമ്മിൽ ഉണ്ടോ? ഇന്ന് ഇത്ര സമയത്തിന് കറക്റ്റ് വരണം? അതെ, നമ്മളിപ്പോ ഓരോരുത്തർക്കും ടൈമിംഗ് ഉണ്ട്, കറക്റ്റ് ടൈമിൽ വരും. നമ്മൾ വീക്കിലി വൺസ് മീറ്റിംഗ് ചെയ്യും. അപ്പൊ ഇന്നലെ ആയിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ വീക്കിന്റെ മീറ്റിംഗ്. ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്ലി ആണ്, എന്നാൽ കൂടുതൽ അറ്റാച്ച്ഡ് അല്ല. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഇന്നലെ എനിക്ക് കിട്ടിയൊരു ആൻസർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആവണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രിക്റ്റ് ആവരുത്, കാരണം പേടിപ്പിച്ച് നിർത്തുന്നു, ആ ഒരു രീതിയിൽ ഉള്ള അപ്രോച്ചാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ മനസ്സിലായി. നമ്മൾ ഈ പറഞ്ഞ പോലെ നിന്നിട്ടില്ലെങ്കിൽ അവര് കറക്റ്റ് ആയിട്ട് ചെയ്യൊന്നുമില്ല. ജിഷ്ണു ഇപ്പൊ റീസെന്റ് തുടങ്ങിയ ബാച്ചിലാണോ? അപ്പം എത്ര ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു ബിസിനസ് മാൻ 360ന്റെ? ഞാൻ ഇതിന് മുമ്പുള്ള ബാച്ച് ആയിരുന്നു. മാക്സിമം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ. ജിഷ്ണു, എന്താ വെച്ചാൽ നമ്മൾ ലീഡർഷിപ്പിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു ടോപ്പിക് വരുന്നുണ്ട്. അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള ലീഡർഷിപ്പ് ഉണ്ട്. അതിൽ നമ്മൾ എങ്ങനത്തെ ലീഡർ ആവണം എന്നുള്ളതിനെ പറ്റി അതിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവസാനത്തെ ഭാഗങ്ങളിലേക്കാണ് അത് വരുന്നത്. അപ്പം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ടീമിനെ ലീഡ് ചെയ്യണം, നമ്മൾ അഗ്രസീവ് ആവാണോ വേണ്ടത്, ഓവർ ഫ്രണ്ട്ലി ആവാണോ വേണ്ടത്, ഫ്രണ്ട്ലി ആവേണ്ടത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് പറഞ്ഞു പോകുന്നതാണ്. ഒന്ന് അവരെടുത്ത് അവർ ചിലപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ പോലും അത് നമ്മളൊന്ന് ആദ്യം സെൽഫ് അനലൈസ് ചെയ്യുക. എവിടെയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ അഗ്രസീവ് ആവുന്നുണ്ടോ? സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഫ്രം ദയർ സൈഡ്. ലൈക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ അവരെടുത്ത് പറയുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയാന്നുള്ളതാണ്. വേണമെങ്കിൽ ഫസ്റ്റ് ഒരു വാണിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വാണിംഗ് കൊടുക്കാം. ആ സമയമാകുമ്പോഴത്തേനും അവർ ചെയ്തു തീർക്കണം. അവരുടെ ജോലിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ ആസ് എ ലീഡർ ജിഷ്ണുവിന് സാധിക്കണം. അത് നമ്മൾ അഗ്രസീവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ലീഡർഷിപ്പ് ഇസ് നോട്ട് ലൈക്ക് അവരെ ഷൗട്ട് ചെയ്യാനോ അവരെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ
എന്താ പറയുക ഒരുപാട് ചൂടായി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ വർക്ക് നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ജിഷ്ണു എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഷ്ണുവിനൊരു ഒരു സിസ്റ്റം ജിഷ്ണു എഴുതി ഉണ്ടാക്കണം. ഞാൻ പറയും ഇപ്പൊ ജിമ്മിലാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജിമ്മിലെ എല്ലാ ട്രെയിനേഴ്സും അവർ ഡ്യൂട്ടി ടൈമിൽ ഇന്ന സമയത്ത് വന്ന് അവർ ഒരു ലെഡ്ജറിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലോ ഒരു സോഫ്റ്റ്വെയറിലോ അവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം എന്നുള്ളത് ഒരു സിസ്റ്റം ജിഷ്ണു കൊണ്ടുവരിക. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളെ മാനേജർ നിങ്ങളെ മുകളിൽ ആരെങ്കിലും ഫ്ലോർ മാനേജറിന്റെ മുകളിൽ അതിന്റെ ഓണറോ MD ആരാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് കുറച്ച് സിസ്റ്റം ആൻഡ് റെഗുലേഷൻ അത് കൊണ്ടുവരിക. അത് ഈ പറഞ്ഞ പോലെ ഒന്ന് ടൈമിങ്ങിൻ്റെതാവാം, പിന്നെ യൂണിഫോമിൻ്റെതാവാം. യൂണിഫോം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ജിഷ്ണു അവരെ കൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതൊരിക്കലും സ്ട്രിക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരാണ്. അത് സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് ആണ്. പിന്നെ മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ മൊബൈൽ യൂസ് ചെയ്യുക ഫ്ലോറിന്റെ ഉള്ളിൽ നമ്മൾ അധികം, അതൊക്കെ പൊതുവേ കാണുന്ന സംഭവം കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ അവര് മൊബൈല് ഇപ്പൊ അവർക്ക് കോൾ വരുന്ന കാര്യം, അല്ലെങ്കിൽ അതിന് നീ ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ മൊബൈൽ യൂസ് ചെയ്യാം, പ്രശ്നമില്ല. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ നീ മൊബൈൽ യൂസ് ചെയ്തു എല്ലാവർക്കും. ഒരു ടൈം മുതൽ ഒരു ടൈം വരെ കൊടുക്കും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം എല്ലാം പറയാം. അവരുടെ എമർജൻസി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോറിൽ നിന്ന് ഫോൺ എടുക്കാതെ പുറത്തു പോയിട്ട് ഇന്ന സമയത്തുള്ള ഇന്ന സമയം വരെ മൊബൈൽ യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഒരു സിസ്റ്റം കൊണ്ടുവരാം. ഒരിക്കലും ഫ്ലോറിൽ എന്താ പറയുക ഒരുമിച്ചിരുന്ന് വർത്താനം പറയാതിരിക്കുക. ഇതൊക്കെ പൊതുവേ ഞാൻ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. ഒരുമിച്ച് ട്രെയിനേഴ്സ് മൂന്നാലാളും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. കാരണം കസ്റ്റമേഴ്സ് ഇതൊക്കെ കാണുന്നുണ്ട്. അവിടെയുള്ള ക്ലയൻസ് ഇതൊക്കെ കാണും. ഇതിനെപ്പറ്റി അറിയുന്ന കസ്റ്റമർ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൈ കെട്ടി ഒന്ന് ലേസി ആയിട്ട് നിൽക്കുക. അപ്പൊ ഇതിനെ ജിഷ്ണു എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അവിടുത്തെ പ്രോബ്ലംസ് എന്നുള്ളത് എഴുതി വെച്ചിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇവർക്ക് ഒരു ടീം മീറ്റിംഗ് വെച്ചിട്ട് ഇങ്ങനെ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം കൊണ്ടുവരുന്നത് നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടില്ല, നിങ്ങളെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൂടുതൽ റിസൾട്ട് കിട്ടാനും ആസ് എ എംപ്ലോയി നിങ്ങൾക്ക് ഒരു കരിയർ ഗ്രോത്ത് വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് അത് ഡോക്യുമെന്റ് ചെയ്ത് നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എങ്ങാനും നിങ്ങൾ ട്രെയിനേഴ്സിന്റെ മാത്രം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ട്രെയിനേഴ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ DP ആക്കുക, അല്ലെങ്കിൽ ഓരോ ട്രെയിനേഴ്സിനും പേഴ്സണലി അയച്ചു കൊടുത്ത് ഇതായിരിക്കും നമ്മൾ നാളെ മുതലുള്ള സിസ്റ്റം, ഇതെല്ലാവരും ഒബേ ചെയ്യുക. അവിടെ ഒരു കാര്യം കൂടെ ജിഷ്ണു ചെയ്യണം. ഇൻ കേസ് അവരത് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്. ഇപ്പൊ അതില് ഒരാള് ഇത് ഇപ്പൊ യൂണിഫോം നമ്മൾ ഇടാൻ പറഞ്ഞു, ഫസ്റ്റ് ദിവസം യൂണിഫോം ഇട്ടില്ല, രണ്ടാമത്തെ ദിവസം യൂണിഫോം ഇട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കണം, എന്ത് ആക്ഷനാണ് ആസ് എ ഫ്ലോർ മാനേജർ എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ജിഷ്ണുവിന്റെ മുകളിലുള്ള ആരാണോ എടുത്ത് തീരുമാനിച്ചിട്ട് അത് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അവരുടെ അടുത്ത് അഗ്രസീവായിട്ട് ചൂടായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടൊന്നും നമ്മളെ എനർജി നഷ്ടപ്പെടുക എന്നല്ലാതെ അത് നടക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊരു സിസ്റ്റം കൂടെ ഉണ്ടാക്കണം. ഇഫ് അവരത് ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്. ക്ലിയർ? അങ്ങനത്തെ ജിമ്മിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണോ, ഓൺ ടൈമിൽ വരാത്തതോ, യൂണിഫോമിൻ്റെതോ, അല്ലെങ്കിൽ അവർ സംസാരിച്ചിരിക്കുന്നതോ, അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് പ്രോപ്പറായിട്ട് റിന്യൂ ചെയ്യിപ്പിക്കാത്തോ, അതിനൊക്കെ എന്താണെന്ന് ജിഷ്ണു ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഓരോ വീക്കിലും ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തണം. ജിഷ്ണു ഈ പറഞ്ഞ പോലെ റിവ്യൂ മീറ്റിംഗിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം. ഓക്കെ, റിവ്യൂ മീറ്റിംഗിൽ പറയാം, ഓക്കെ കഴിഞ്ഞ വീക്കിൽ എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് വന്ന ആളുകളുടെ പേരൊന്ന് വെറുതെ മെൻഷൻ ചെയ്ത് അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. കറക്റ്റ് ആയിട്ട് ചെയ്ത ആളുകൾ ആരൊക്കെയാന്നുള്ള ജിഷ്ണുവിന്റെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ചെയ്ത ആളുകളെ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇൻ കേസ് ചെയ്യാത്ത ആളുകളെ ഒരു സാൻഡ്വിച്ച് മെത്തേഡിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പറയേണ്ടത് പറയുകയും വേണം, പക്ഷെ അവർക്ക് വല്ലാതെ ഹേർട്ട് ആവാനും പാടില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ അടുത്ത വീക്ക് ആകുമ്പോൾ അവർ ചെയ്യണം. പക്ഷെ അത് അവിടെ പറയണം, മീറ്റിംഗിൽ തന്നെ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയണം ചെയ്യാത്ത ആളുകൾ. അപ്പം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആളുകളെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക, അവിടെ പറയേണ്ട ആളുകളടുത്ത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് നെക്സ്റ്റ് വീക്ക് മുതൽ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാ. ഇനി ഇൻ കേസ് എല്ലാ റിവ്യൂ മീറ്റിംഗിലും ഈ ഇദ്ദേഹം ഇതേപോലെ ഉഴപ്പാണ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവൻ തന്നെ ഈ ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളും. നമ്മൾ അവനെടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യം. ഇപ്പൊ എല്ലാ റിവ്യൂ മീറ്റിംഗിൽ വരുന്നു, അവന് ചീത്ത കേൾക്കുന്നു, അവൻ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ തന്നെ വർക്ക് ചെയ്യാനൊരു മുമ്പോട്ട് പോകാൻ തോന്നില്ല. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ ആക്ഷൻ എടുക്കുക. എന്താ പറയാ, ഫയർ ചെയ്യേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഫയർ ചെയ്യുക. കാരണം അത് എൻ്റയർ ദ ഓർഗനൈസേഷൻ അത് എഫക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ അത് ബാധിക്കും. അത് പക്ഷെ റിവ്യൂ മീറ്റിംഗ് നടത്തണം, അവരെ മോണിറ്റർ ചെയ്യണം, അവൻ ചെയ്യുന്നുണ്ടോ നോക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ടും ഇവൻ ചെയ്യുന്നില്ലെങ്കിലാണ് പറഞ്ഞത്. അവൻ ഒരു തവണ ചെയ്തിട്ട് അപ്പൊ തന്നെ അവരെടുത്ത് പുറത്താക്കുന്നത് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി പോരാത്തോണ്ടാണ് ഞാൻ പറയുള്ളൂ. ഫസ്റ്റ് വീക്കിൽ അവരെ നോക്കി അവർ കാര്യങ്ങളൊക്കെ ടാസ്കുകൾ കൊടുത്ത് അവരെ ചെയ്യുന്നുണ്ടോ നോക്കുക, മോണിറ്റർ ചെയ്യുക. നെക്സ്റ്റ് വീക്കിൽ അവനോട് റിപ്പോർട്ടായിട്ട് വരാൻ പറയാം. അവരൊക്കെ കഴിച്ച് സെക്കൻഡ് വീക്കിലും അവനെ നന്നാക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്കുക. ആ ശ്രമം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അതിന് സപ്പോർട്ടീവ് ആവുന്നില്ലെങ്കിൽ, അവളവന് സപ്പോർട്ടീവ് ആവുന്നില്ലെങ്കിൽ അവനെ ഫയർ ചെയ്യുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഫിറ്റ്നസ്സിൽ പൊതുവെ ഞാൻ ഫ്ലോർ മാനേജറായിട്ട് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം. ഞാനൊക്കെ അന്ന് ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം, ഞാൻ ഓവർ ഫ്രണ്ട്ലി ആയി പോയി എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്.
അതായിരുന്നു ഞാൻ ഫേസ്. കാരണം നമ്മൾ ഫ്രണ്ട്ലി ആവുന്ന സമയത്ത് നമ്മൾ ഇവരുടെ ചെറിയ ചെറിയ തമാശകൾക്കൊക്കെ ചിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇവരെ കൂടെ ചായ കുടിക്കാൻ പോകാൻ പറയുമ്പോൾ അങ്ങനെ പോകും. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ഗോസിപ്പൊക്കെ നമ്മൾ ചിലപ്പോൾ അവരോടൊക്കെ നമ്മൾ പോലും അറിയില്ല. പക്ഷെ പിന്നീട് ഞാനത് മനസ്സിലാക്കി, ഇനി അതല്ല, നമ്മളെ ജോലി ഇതാണ്, നമ്മളൊരു ഒന്ന് മാറി നിൽക്കണം. ഇത് ഞാൻ എന്റെ ഇനീഷ്യൽ ഒരു 6 വർഷത്തെ മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്, തുടക്ക സ്റ്റേജിലാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മൾ അതിന് ഓരോ കാര്യങ്ങൾ പഠിച്ച് മാറി നിൽക്കാൻ തുടങ്ങി, ലീഡ് ചെയ്യാൻ തുടങ്ങി, മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, റിവ്യൂ മീറ്റിംഗ്സ് വെക്കാൻ തുടങ്ങി, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി, അവർക്ക് റെക്കഗ്നിഷൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ടീം ഒന്ന് ഡെവലപ്പ് ചെയ്തു വന്നു. ഓക്കെ, സന്ധ്യ മാഡം ഇതന്നെയാണ് എനിക്ക് മെയിൻലി ആഡ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങളൊന്ന് ജിഷ്ണു നോക്കിയാൽ മതി. വേറെ എന്തെങ്കിലും ജിഷ്ണു ചോദിക്കാനുണ്ട് ഇതിന്റെ കൂടെ? ഇല്ല സാർ, ഞാൻ എന്തായാലും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നിട്ട് നോക്കാം. ഗുഡ്. എന്തായാലും ഈ ലീഡർഷിപ്പിനെ പറ്റി പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്, അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട സംഭവം തന്നെയാണ്. അപ്പം സന്ധ്യയുടെ നമ്മുടെ ടോപ്പിക് ലാസ്റ്റിലേക്കാണോ ലീഡർഷിപ്പിനെ പറ്റി വരുന്നത്? പക്ഷെ ജിഷ്ണു എനിക്ക് ഓൾറെഡി അറ്റൻഡ് ചെയ്ത ബാച്ചാണോ? അത് ജിഷ്ണു ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? അല്ല, ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലൈഫ് ടൈം ആക്സസ് ആണല്ലോ. സോ ഹി ഈസ് കമ്മിങ് ബാക്ക് ഫ്രം a previous batches. സന്ധ്യ മാഡം നമ്മുടെ 8th ടോപ്പിക് അല്ലേ ലീഡർഷിപ്പിന്റെ? Day 10 Day 7 is handling a team and day 10 is on leadership. എങ്ങനെയാണ് different types of leadership, how much have you grown as a leader എന്നുള്ളതാണ് day 10. So thank you so much. I think we are here around towards the end of this live Q&A. Almost 1.5 manikkoor 30 പേര് on Zoom, and there were so many who are watching us on YouTube live. Thank you so much for participating in this live session. Every Sunday 10 o'clock, if it's either Sunday or a Saturday, sometimes coaches availability ആണ്, but mostly it's on Sunday morning 10 o'clock. അപ്പൊ അടുത്ത ലൈവില് ഇനിയും വരുമ്പം കൂടുതൽ ബിഗ് വിനുമായിട്ട്, കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഇനി വരാം. So very happy to have you here. Let us call it a day. Wishing you all a very happy Sunday and great business hours in the next week. Thank you so much. Have a good day. Bye-bye.